മാത്സ് ആസ്പിരൻസ് ഗ്രൂപ്പ്സ് കേരളത്തിലെ BSc മാത്തമാറ്റിക്സ് വിദ്യാർത്ഥികൾക്കായി, പ്രത്യേകിച്ച് ജാം പോലുള്ള മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിക്കുന്ന ഓൺലൈൻ ക്ലാസ്സുകളിൽ ഇന്ന് നമ്മുടെ കൂടെയുള്ളത് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലെ റിസർച്ച് സ്കോളറായിട്ടുള്ള സിമി തോമസ് ആണ്. സിമി ചങ്ങനാശ്ശേരി SB കോളേജിൽ നിന്ന് MSc കഴിഞ്ഞ് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ PhDക്ക് ജോയിൻ ചെയ്തിട്ടാണുള്ളത്. സിമി തിരുവല്ലയിൽ മാർത്തോമ കോളേജിലാണ് BSc പഠിച്ചിട്ടുള്ളത്. സിമി 2 തവണ UGC നെറ്റ് ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ UGC JRF 2 തവണ ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. ഈ JRF എന്ന് പറഞ്ഞാൽ നെറ്റ് വിത്ത് JRF ആണ്. അപ്പോൾ അതുകൊണ്ട് ബലത്തിൽ നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് രണ്ടും ഒരേ പരീക്ഷ തന്നെയാണ്. JRF അതിൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും കുട്ടികൾക്ക്. JRFും നെറ്റൊക്കെ ഒരേ എക്സാം തന്നെയാണ്. എക്സാമിൽ കൂടുതൽ മാർക്ക് വരുന്ന സമയത്താണ് നമുക്ക് JRF ക്വാളിഫൈ ചെയ്യുന്നത്. അപ്പോൾ ബലത്തിൽ സിമി 4 തവണ നെറ്റ് എക്സാമിനേഷൻ ക്വാളിഫൈ ചെയ്തിട്ടുള്ള ആളാണ്. അപ്പം ഇങ്ങനെയുള്ള കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസ് എങ്ങനെ പഠിക്കണം എന്നും അത് എങ്ങനെ അറ്റൻഡ് ചെയ്യണം എന്നൊക്കെ നന്നായിട്ട് അറിയുന്ന നല്ലൊരു എക്സ്പേർട്ട് ആയിട്ടുള്ള ആളാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പം സിമി ഇന്ന് നിങ്ങളോട് ഗ്രൂപ്പ് തിയറിയിലുള്ള നിങ്ങളുടെ ജാം സിലബസിലുള്ള പോർഷൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ മാത്ത് ആസ്പിരൻസ് പ്ലാറ്റ്ഫോമിൽ ഇതിനു മുന്നേ കുസാറ്റിലെ തന്നെ വേറൊരു റിസർച്ച് സ്കോളർ ആയിട്ടുള്ള ശ്രുതി 2 ക്ലാസ്സുകൾ ഗ്രൂപ്പ് തിയറിയിൽ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള ഒരു ക്ലാസ്സാണ് ഇന്ന് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഈ പരിപാടിയിലേക്ക് നമ്മൾ ക്ഷണിച്ച സമയത്ത് സിമി വളരെ താല്പര്യത്തോട് കൂടിയിട്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കാമെന്ന് പറയുകയും ഇതിനു വേണ്ടിയിട്ട് വേണ്ട എഫേർട്ടുകളൊക്കെ എടുത്ത് പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്ത് റെഡിയായിട്ട് നിങ്ങളെ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ ഇന്ന് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം സിമിനോട് മാത്ത് ആസ്പിരൻസ് ഗ്രൂപ്പിൻ്റെ പേരിൽ ഉള്ള എല്ലാ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. സോ എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സിമി. താങ്ക് യു സർ. ആദ്യം തന്നെ ഇങ്ങനെ ഒരു അവസരം തന്ന വിനോദ് സാറിനോടുള്ള നന്ദി ആദ്യം തന്നെ രേഖപ്പെടുത്താണ്. അപ്പം സാറ് പറഞ്ഞ പോലെ തന്നെ ശ്രുതി ചേച്ചി എടുത്തതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടാണ് ഞാൻ എടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഓക്കെ, ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, നമ്മളിപ്പം എടുക്കാനായിട്ട് തുടങ്ങുന്നത് ഹോമോമോർഫിസം ആണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഹോമോമോർഫിസം എന്താണെന്നറിയാവോ? നമുക്കറിയാമല്ലോ, ഹോമോമോർഫിസം ഓഫ് ഗ്രൂപ്പ്സ് ആണ്. ഗ്രൂപ്പ് ഹോമോമോർഫിസം ആണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. അപ്പം ഗ്രൂപ്പുമായിട്ട് എന്തോ കണക്ഷൻ ഉള്ള ഒരു ഡെഫിനിഷൻ ആണ് ഇതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ നമുക്ക് ഹോമോമോർഫിസം എന്ന് പറയുമ്പം വി ഹാവ് 2 ഗ്രൂപ്പ്സ്. ഓക്കെ, ഗ്രൂപ്പിന്റെ ഡെഫിനിഷൻ ഒക്കെ എല്ലാവർക്കും അറിയാവുന്ന കരുതുന്നു. ലാസ്റ്റ് ക്ലാസ്സിലൊക്കെ നിങ്ങൾ ഓൾറെഡി അത് പല എക്സാമ്പിൾസിലൂടെ നിങ്ങൾ പഠിച്ചതാണെന്നാണ് കരുതുന്നത്. അപ്പം നമ്മുടെ കയ്യിൽ 2 ഗ്രൂപ്പ്സ് ഉണ്ട്. ഓക്കെ, now a group homomorphism phi, that is a function from these 2 groups. We have take 2 groups G and G dash. A group homomorphism is a function phi, that is any function phi from G to G dash. That is, it is a function between groups. That is, homomorphism is a function between groups that is satisfying some condition. That is, that condition is given by phi of AB is equal to phi of A into phi of B for every A comma B belongs to G. That is, a group homomorphism phi is a function between 2 groups G and G dash that satisfies this condition. That is, phi of AB is equal to phi of A into phi of B. That is, നമ്മൾ ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ ഈ AB എന്ന് പറഞ്ഞേക്കുന്നത് എന്താണ് ശരിക്കും? ദറ്റ് ഈസ് A സ്റ്റാർ B. ദറ്റ് ഈസ് ഒരു സിമ്പിൾ നൊട്ടേഷന് വേണ്ടിയിട്ട് നമ്മൾ AB എന്ന് ഡിനോട്ട് ചെയ്യുന്നതേ ഉള്ളൂ. ദറ്റ് ഈസ് ഈ സ്റ്റാർ എന്ന് പറഞ്ഞേക്കുന്നത് ഇവിടുത്തെ ഓപ്പറേഷനാണ്. നമ്മൾ ബിഗിൻ ചെയ്ത ഗ്രൂപ്പിന്റെ ഓപ്പറേഷനാണ് സ്റ്റാർ എന്ന് പറഞ്ഞേക്കുന്നത്. ഫി ഓഫ് എ ഇൻറ്റു ഫി ഓഫ് ബി ആണ്. ബട്ട് അവിടെ എന്ന് പറയുന്നത് ഏത് ഓപ്പറേഷനാണ് ശരിക്കും? ജി ഡാഷില് ഫി ഓഫ് എ എന്ന് പറയുമ്പം എവിടെ കിടക്കുന്നതായിരിക്കും? ഫി ഓഫ് എ ജി ഡാഷിൽ കിടക്കും. അതേപോലെ ഫി ഓഫ് എ ഫി ഓഫ് ബി, ഫി ഓഫ് എ ഇൻറ്റു ഫി ഓഫ് ബി. അപ്പം ഇവിടുത്തെ ഓപ്പറേഷൻ എന്ന് പറഞ്ഞേക്കുന്നത് ശരിക്കും ജി ഡാഷിലെ ഓപ്പറേഷൻ ആണ്. ദാറ്റ് ഈസ്
ശരിക്കും എന്താണ് ഉദ്ദേശിക്കുന്നത് ഗ്രൂപ്പ് ഹോമോമോർഫിസം കൊണ്ട്? രണ്ട് ഗ്രൂപ്പുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആണ് ദാറ്റ് സാറ്റിസ്ഫൈ ദിസ് കണ്ടീഷൻ. ദാറ്റ് ഈസ് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, എ ബി ഫസ്റ്റ് ഫൈൻഡ് ചെയ്യുന്നു, എന്നിട്ട് ഫൈ അപ്ലൈ ചെയ്യുന്നു. ദെൻ ആ വാല്യൂവും പി ഓഫ് എയും ഫി ഓഫ് ബിയും, അതായത് എയിലും ബിയിലും ഫീ അപ്ലൈ ചെയ്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതും എ ബി ഫൈൻഡ് ചെയ്തിട്ട് ഫീ അപ്ലൈ ചെയ്യുന്ന വാല്യൂ എന്തായിരിക്കണം എന്നാ പറയുന്നത്? സെയിം ആയിരിക്കണം എന്നാ പറയുന്നത്. ദാറ്റ് ഈസ് ദി ഡെഫിനിഷൻ. ഓക്കെ, പി ആർ ഹാർമോൺ എന്ന് പറഞ്ഞ ഫേമസ് ആയിട്ടുള്ള ഒരു മാത്തമാറ്റീഷ്യൻ പറഞ്ഞിട്ടുണ്ട്, നമുക്കൊരു ഒരു ഒരു തിയറി പേരുടെ ഏറ്റവും വലിയ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവണമെങ്കിൽ നമ്മൾ എക്സാംസിലൂടെ മുന്നോട്ട് പോകണം. അപ്പം നിങ്ങൾ ഒരുപാട് ഗ്രൂപ്പ്സിന്റെ എക്സാംസ് കണ്ടിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ ആ ഗ്രൂപ്പ്സ് വെച്ചിട്ട് അതിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഹോമോമോർഫിസത്തിന്റെ എക്സാംസ് നമുക്ക് നോക്കാം. ഓക്കെ, examples. Okay, we have homomorphism means that is a function between two groups that satisfies phi of AB is equal to phi of A into phi of B. Okay, first example, we know that what is Z? Z is the set of all integers. Z group ആവുന്ന ഇത് ഏത് ബൈനറി ഓപ്പറേഷനിലാണ്? അണ്ടർ അഡീഷൻ. ഓക്കെ, ഗുഡ്. ദാറ്റ് ഈസ് ഇസഡ് അണ്ടർ അഡീഷനിൽ നിന്നും ഇസഡ് അണ്ടർ അഡീഷനിലേക്ക് നമ്മളൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുകയാണ്. ദാറ്റ് ഈസ് ഫൈ ഫ്രം ഇസഡ് അണ്ടർ അഡീഷൻ ടു ഇസഡ് അണ്ടർ അഡീഷൻ. ദാറ്റ് ഈസ് പി ഓഫ് എ ഈസ് ഈക്വൽ ടു എൻ എ. ദാറ്റ് ഈസ് എ എന്ന് പറഞ്ഞിരിക്കുന്ന ഇൻറ്റിജർ മാപ്പ് ചെയ്യപ്പെടുന്നത് എൻ എ എന്ന് പറഞ്ഞിരിക്കുന്ന എലമെന്റിലേക്ക്. ദാറ്റ് ഈസ് ഹിയർ എൻ ഈസ് ഫിക്സ്ഡ്, എൻ ഈസ് എൻ എലമെന്റ് ഓഫ് ഇസഡ്. ഓൾസോ എ ഈസ് ആർബിട്രറി, എ ഈസ് ഓൾസോ ബിലോങ്സ് ടു ഇസഡ്. ഇതൊരു ഗ്രൂപ്പ് ഹോമോമോർഫിസം ആണോ? ഓക്കെ, നമ്മൾ ഗ്രൂപ്പ് ഹോമോമോർഫിസം നോക്കുന്നത് എങ്ങനെയാണ്? ദിസ് ഇസ് വെരി ഈസി. ദാറ്റ് ഈസ് phi of A B. What is phi of A B here? What is A B here? A into B means A into B. അല്ല, എ ബി തന്നെ. ഹിയർ എ ബി മീൻസ് എ ഇൻറ്റു ബി. ഇവിടുത്തെ ആ ഓപ്പറേഷൻ എന്താണ്? ഇവിടുത്തെ സ്റ്റാർ എന്താണ്? ഇവിടുത്തെ ദാറ്റ് ഈസ് അഡീഷൻ ആണ് ഇവിടുത്തെ ഓപ്പറേഷൻ. ദാറ്റ് ഈസ് ഫി ഓഫ് എ പ്ലസ് ബി ആണ് നമുക്ക് ശരിക്കും വേണ്ടത്. വാട്ട് ഈസ് ഫി ഓഫ് എ പ്ലസ് ബി? n into a plus b. That is, we know that by the property of integers, this is same as na plus nb. Okay, what is na? This is phi of a plus phi of b. Okay, here the image is also z under addition. Therefore, phi of a plus b is same as phi of a plus phi of b. Here a and b are arbitrary elements. Therefore, phi of ab is equal to phi of a into phi of b. Therefore, this function is a homomorphism between the set of all integers. Okay, clear? Yes, sir. Okay, now we go into the next example. Okay, നിങ്ങൾ ഈ ഗ്രൂപ്പ് കണ്ടിട്ടുണ്ടോ? GL2R. നമ്മള് M2R എന്ന് വെച്ചാൽ എന്താണ്? ഗ്രൂപ്പ്. അത് ഏത് ഓപ്പറേഷനിലാണ് ഗ്രൂപ്പ് ആവുന്നത്? അഡീഷനിലെ ഗ്രൂപ്പ് ആവും. ഓക്കെ, അഡീഷണൽ അത് ഗ്രൂപ്പ് ആവും. ഈ GL2R എന്ന് പറഞ്ഞേക്കുന്നത് എന്താണ് ശരിക്കും? M2R കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. 2x2 മെട്രിസസ് വിത്ത് റിയൽ എൻട്രീസ്. ദാറ്റ് ഈസ് എ ഗ്രൂപ്പ് അണ്ടർ അഡീഷൻ. ഡിറ്റർമിനന്റ് നോൺ സീറോ ആയിട്ട് വന്നാലല്ലേ ഗ്രൂപ്പ് ആവുള്ളൂ? അല്ല, ഞാൻ M2R പറ്റിയിട്ടാണ് പറഞ്ഞത്. M2R is the collection of all 2x2 matrices with real entries. Okay, that is M2R is of the form A, B, C, D. അതിന് വേറെ കണ്ടീഷൻസ് ഒന്നുമില്ല.
A comma B comma C comma D belongs to R. Okay, under addition, under matrix addition, this forms a group. That clear ആണോ? Yes, ma'am. ഇവിടെ സീറോ മെട്രിക്സ് ആണ് ഇവിടുത്തെ അഡിറ്റീവ് ഐഡന്റിറ്റി. ഏതൊരു മെട്രിക്സ് എടുത്താലും ജസ്റ്റ് നെഗറ്റീവ് ഇട്ട് കൊടുത്താൽ ഇൻവേഴ്സ് ആകും. ഓക്കെ, അപ്പൊ അതങ്ങനെ ഫോളോ ചെയ്യും. നൗ നമ്മൾ ഇതിന്റെ ഒരു സബ്സെറ്റ് ആണ് കൺസിഡർ ചെയ്യുന്നത്, ബട്ട് ഇവിടെ ഓപ്പറേഷൻ മാറുന്നുണ്ട്. എന്താണ് ഇവിടെ GL2R എന്ന് പറഞ്ഞിരിക്കുന്നത്? എന്താണ്? സെറ്റ് ഓഫ് ഓൾ A belongs to M2R such that determinant of A is non-zero. That is, this is the collection of all 2x2 invertible matrices. Okay. ഇത് ഏത് ഓപ്പറേഷനിലാണ് ഗ്രൂപ്പ് ആവുന്നത്? അഡീഷനിലാവോ? ഓക്കെ, മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. അതായത് മെട്രിക്സ് അഡീഷനിലാവോ? രണ്ട് ഇൻവേർട്ടിബിൾ മെട്രിക്സിനെ ആഡ് ചെയ്താൽ ഇൻവേർട്ടിബിൾ മെട്രിക്സ് തന്നെയാണ് കിട്ടുക? അല്ല. നമ്മളിപ്പം 1 1 1 1 എടുക്കുന്നു, അതിന് ജസ്റ്റ് 1 1 1 എടുത്താൽ അത് ഇൻവേർട്ടിബിൾ അല്ല. ഓക്കെ, 1 0 0 1 ഇൻവേർട്ടിബിൾ അല്ലേ? -1 0 0 -1 അത് ഇൻവേർട്ടിബിൾ ആണ്. ബട്ട് അതിന്റെ സം ഇൻവേർട്ടിബിൾ ആണോ? അല്ല അല്ലേ? അപ്പം അഡീഷനില് ഹലോ കേൾക്കാമല്ലോ? അഡീഷനില് GL2R എന്താവില്ല? Addition is not closed here. Okay. Now, ആരോ ഒരാൾ പറഞ്ഞായിരുന്നു മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ അല്ലേ? രണ്ട് മെട്രിക്സിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ ഓൾവേസ് ഇൻവേർട്ടിബിൾ അല്ലേ? പ്രൊഡക്റ്റ് ഓഫ് ഇൻവേർട്ടിബിൾ മെട്രിക്സ് ഇസ് ഓൾവേസ് ഇൻവേർട്ടിബിൾ. ഓക്കെ, that is GL2R forms a group under matrix multiplication. ഓക്കെ, അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾ ചെക്ക് ചെയ്തോളാമല്ലോ അല്ലേ? ഓക്കെ, ഇത് ക്ലിയർ ആണെന്നാണ് ഞാൻ കരുതുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് നൗ വി ഡിഫൈൻ എ ഫംഗ്ഷൻ phi ഫ്രം GL2R to R star. What is R star? Set of all non-zero real numbers under multiplication. Okay. Now we define a function phi of A as determinant of A. Is it a homomorphism? These are two groups. We know that. Set of all non-zero real numbers under multiplication. This is set of all invertible 2x2 matrices. Collection of all 2x2 invertible matrices under matrix multiplication. Okay, we define the function as phi of A is equal to determinant of A. Okay, now we have to check that this phi forms a homomorphism or not. Okay, that is, what is phi of AB here? What is phi of AB? Determinant of AB. Okay, determinant of AB. What is the determinant of AB? Can we split this? Determinant A into determinant B. Okay, determinant of A into determinant of B. This is the same as P of A into Phi of B. Okay, clear? Okay, this therefore phi forms a homomorphism between these two groups. Okay, ഈ രണ്ട് ഗ്രൂപ്പ് നിങ്ങൾക്ക് ക്ലിയർ ആണെന്നാണ് ഞാൻ കരുതുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഇതൊരു ഗ്രൂപ്പ് ആണെന്നുള്ളത് ചെക്ക് ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്ക് ഒരു എക്സസൈസ് ആയിട്ട് ഞാൻ തരികയാണ്. ഓക്കെ, ദിസ് ഇസ് ആൻ എക്സസൈസ്. Okay, let's move on to the next example. Okay, P from R star to R star. Okay, defined by phi of x is equal to mod x. Okay, what is the operation here? R star under what operation? R star under what operation? Phi of x mod x phi of x mod x ആണ്. R star ഏത് ഓപ്പറേഷനിലാണ് അത് ഗ്രൂപ്പ് ആവുന്നത്?
മൾട്ടിപ്ലിക്കേഷൻ. മൾട്ടിപ്ലിക്കേഷനിൽ ഗ്രൂപ്പ് ആവും. ദെയർഫോർ ഇവിടെ രണ്ടിടത്ത് നമ്മൾ ഫി ഓഫ് എക്സ് വൈ ഒക്കെ ഇടുമ്പം അവിടുത്തെ സ്റ്റാർ എന്ന് പറഞ്ഞേക്കുന്നത് ഓൾവേസ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. ദെയർഫോർ ഫി ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു മോഡ് എക്സ് വൈ, ദാറ്റ് ഈസ് ഓൾവേസ് സെയിം ആസ് മോഡ് എക്സ് ഇൻറ്റു മോഡ് വൈ. ദിസ് ഇസ് സെയിം ആസ് ഫി ഓഫ് എക്സ് ഇൻറ്റു ഫി ഓഫ് വൈ. ഓക്കെ, now we define another function phi from r of x to r of x. നിങ്ങൾക്ക് ഈ ഒരു സിമ്പിൾ ക്ലിയർ ആണോ? നിങ്ങൾ ആർ ഓഫ് എക്സ് കണ്ടിട്ടുണ്ടോ? നിങ്ങൾ പോളിനോമിയൽസിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? Yes, sir. ആ, പോളിനോമിയൽസിൻ നമ്മൾ എല്ലാ റിയൽ നമ്പർ കോയിഫിഷ്യൻസ് ആയിട്ടുള്ള എല്ലാ പോളിനോമിയൽസിനെ എടുക്കുകയാണെങ്കിൽ ആ കളക്ഷൻ ആണ് നമ്മൾ ആർ ഓഫ് എക്സ് എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. അണ്ടർ അഡീഷനിൽ അത് ഗ്രൂപ്പ് ആവും. ദാറ്റ് ഈസ് ദിസ് ഈസ് ഓഫ് ദി ഫോം എ നോട്ട് പ്ലസ് എ വൺ എക്സ് പ്ലസ് എക്സെട്ര പ്ലസ് എ എൻ എക്സ് റൈസ് ടു എൻ where a n not equal to 0, as r belongs to r. Okay, set of all real numbers coefficients ആയിട്ട് വരുന്ന പോളിനോമിയൽസിന്റെ കളക്ഷൻ ആണ് ആർ ഓഫ് എക്സ്. ഓക്കെ, അണ്ടർ അഡീഷൻ രണ്ട് പോളിനോമിയൽ തമ്മിൽ ആഡ് ചെയ്താൽ എന്താണ്? പോളിനോമിയൽ തന്നെയാണ് കിട്ടുക. സീറോ പോളിനോമിയൽ പറയുന്നതാണ് അവിടുത്തെ ഐഡന്റിറ്റി. ഏതൊരു പോളിനോമിയൽ എടുത്താലും ജസ്റ്റ് ത്രൂ ഔട്ട് നെഗറ്റീവ് കൊടുത്താൽ അത് അതിന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് ആവും. ഓക്കെ, ഫോർ ആർ ഓഫ് എക്സ് അണ്ടർ അഡീഷനിൽ എന്താണ്? That forms a group. Okay, now we define നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഗസ് ഉണ്ടാവും ഇവിടെ ഏത് ഫംഗ്ഷൻ ഫൈ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? അതൊരു ഹോമോമോർഫിസം ആവുന്ന രീതിയിൽ. ഐഡന്റിറ്റി ഫംഗ്ഷൻ. Okay, phi of f is equal to f. Okay, that is trivial. Any other options? This is true. Phi of f is equal to any other options. നമുക്ക് ഇവിടെ തന്നെ വരുന്ന രീതിയിൽ എഫിനെ എന്തെങ്കിലും ചേഞ്ച് വരുത്തി അതിലേക്ക് കണ്ടെത്താൻ പറ്റുമോ? എഫ് മൈനസ് 1. എഫ് മൈനസ് 1. ഓക്കെ, എഫ് മൈനസ് 1. ഓക്കെ, ഫി ഓഫ് എഫ് പ്ലസ് ജി. ഓക്കെ, ഫി ഓഫ് എഫ് പ്ലസ് ജി എന്താണ് വരിക? എഫ് പ്ലസ് ജി മൈനസ് 1. ഇത് ഫി ഓഫ് എഫ് പ്ലസ് ഫി ഓഫ് ജി ആവോ? ആവോ? ഫി ഓഫ് എഫ് പ്ലസ് ഇല്ല, ആവത്തില്ല. അപ്പം കുഴപ്പമില്ല. ദിസ് ഇസ് നോട്ട് ആൻ എക്സാമ്പിൾ ഓഫ് എ. അപ്പം നമുക്കൊരു നോൺ ഹോമോമോർഫിസത്തിന് ഒരു എക്സാമ്പിൾ കിട്ടി. അങ്ങനെ വേണമെങ്കിലും തരാമല്ലോ. ഓക്കെ ഓക്കെ, അതൊരു നല്ല അറ്റംപ്റ്റ് ആയിരുന്നു. ഓക്കെ, ഫി ഓഫ് എഫ് ഈസ് ഈക്വൽ ടു എഫ് ഡാഷ് ഓൾവേസ് എക്സിസ്റ്റ് അല്ലേ? ഏതൊരു പോളിനോമിയൽ എടുത്താലും അതിന് ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നല്ലോ അല്ലേ? അപ്പൊ നമുക്ക് എഫ് ഡാഷിനെ വെച്ചിട്ട് നമുക്കൊന്ന് പ്രൊസീഡ് ചെയ്യാം. വാട്ട് ഈസ് ഫി ഓഫ് എഫ് പ്ലസ് ജി? F plus G. That is always same as f dash plus g dash. Okay, this is always same as phi of f plus phi of g. Okay, that is an example of a homomorphism. Okay. Clear? Yes, sir. Yes, sir. Okay. ഈ ആർ ഓഫ് എക്സ് എന്ന് പറയുന്നത് എൻ തിരികെ മാത്രമുള്ളതാണോ? പോളിനോമിയൽസ് ആണോ? അതോ എല്ലാ പോളിനോമിയൽസിന്റെ കളക്ഷൻ ആണോ? എല്ലാ പോളിനോമിയൽസിന്റെ കളക്ഷൻ. ഇപ്പം n എന്ന് പറഞ്ഞേക്കുന്നത് ആർബിട്രറി ആണ്. ഫസ്റ്റ് ഡിഗ്രി വരാം, സെക്കൻഡ് ഡിഗ്രി വരാം, അങ്ങനെ. ഇവിടെ n ആർബിട്രറി ആണ്. ഓക്കെ, ഇത് നിങ്ങൾ റിങ്സ് ഗ്രൂപ്പ്സ് കഴിഞ്ഞ് റിങ്സിലേക്ക് പോകുമ്പോഴത്തേനാണ് കുറച്ചുകൂടെ പോളിനോമിയൽ റിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ പഠിക്കും. Okay, move on to the next example. Phi from R under addition to R under addition, that is defined by phi of x is equal to s square. Is it a binary operation? Sorry. Is it a homomorphism? No. Okay. റീസൺ എന്താണ്?
ഫൈവ് ഓഫ് എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് ഫൈവ് ഓഫ് എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ എന്ന് വരും. അതായത് നോട്ട് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ദാറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു ഫൈവ് ഓഫ് എക്സ് പ്ലസ് ഫൈവ് ഓഫ് വൈ. ഓക്കെ, നമുക്ക് അങ്ങനെ ഒരു തെറ്റിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ബട്ട് ഇവിടെ നോക്കിയേ, ഈ എക്സ് ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞേക്കുന്നത് ശരിക്കും എന്താ ഇവിടെ? ദിസ് ഇസ് എക്സ് സ്ക്വയർ, ദാറ്റ് ഈസ് നമ്മൾ എക്സ് റേസ് ടു എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? എക്സ് സ്റ്റാർ എക്സെട്ര എക്സ് എൻ ടൈംസ് അല്ലേ? നമ്മളിതൊരു മൾട്ടിപ്ലിക്കേറ്റീവ് നൊട്ടേഷനിലാണ് എഴുതിയിരിക്കുന്നതെങ്കിലും ശരിക്കും ഇവിടെ നമുക്ക് ഇതിനെ തമ്മിൽ ബന്ധിപ്പിക്കാനായിട്ട് അഡീഷൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, ക്ലിയർ ആണത്? എക്സ് ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞിരുന്നത് എന്താ ഉദ്ദേശിക്കുന്നത് ഇവിടെ? വാട്ട് ഈസ് ഹിയർ? 2x. That is 2x here. In additive notation, that is 2x. Okay. Therefore, phi of x plus y is what? Is this same as 2 into x plus y. That is same as 2x plus 2y. This is same as phi of x plus phi of y. Clear or no? Yes, ma'am. Okay. Now we move on to some terminologies. Okay. Kernel of a homomorphism. Kernel of a homomorphism. Okay. What is kernel of a homomorphism? We know that phi is a function from G to G dash. Okay. That satisfies certain axiom. Therefore, kernel of phi is the set of all, that is phi is a function from G to G prime. Okay. That is kernel of phi is a function, is a set, that is set of all G belongs to G such that P of G is equal to E dash. That is those elements in G that are mapped to identity elements in G dash. Okay, clear? Is it clear? Okay. നമ്മൾ പ്രീവിയസ് ആയിട്ടുള്ള എക്സാമ്പിൾസ് നോക്കിക്കഴിഞ്ഞാൽ, what is the kernel here? Kernel of phi in this example, set of all elements in Z that are mapped to the identity element in Z. What is the identity element in Z? 0. 0. That is set of all elements that are mapped to 0 here. What are those elements? That is set what is that? This is A belongs to Z such that NA is equal to 0. അങ്ങനെയുള്ള എലമെന്റ്സ് ഏതൊക്കെ മാത്രമാണ്? 0 only. Therefore, only kernel of phi contains 0. Okay. What is the kernel here? If phi is defined like this, this phi is a function from GL to R to R star under multiplication, that is defined as phi of A is equal to determinant of A. What is the kernel here? This kernel of phi, it is set of all A in GL to R that are mapped to phi of A is equal to, what is the identity here? In R star under multiplication, what is the identity? 1. 1. Okay. What is that set? Set of all invertible matrices containing having determinant 1. Yeah, good. അതായത് ഇൻവേർട്ടിബിൾ മെട്രിക്സിന് ഡിറ്റർമിനന്റ് 1 ആയിട്ടുള്ള കളക്ഷൻ ആണ് അത്. നിങ്ങൾ സ്പെഷ്യൽ ഈ ഗ്രൂപ്പിന്റെ പേര് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാവോ? അത് കേട്ടിട്ടുണ്ടോ? ജനറൽ ലീനിയർ ഗ്രൂപ്പ്. ഓക്കെ, ഇതിന്റെ ഒരു സബ് ഗ്രൂപ്പായിട്ട് വരും നമ്മൾ ഇപ്പോൾ പറഞ്ഞ ഗ്രൂപ്പ്. ദാറ്റ് ഈസ് സെറ്റ് ഓഫ് ഓൾ എലമെന്റ്സ് A in GL to R whose determinant is 1. That is, what is the notation? SL to R. That is the
special linear group. Okay, special linear group. ഇത് മെട്രിക്സ് ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞേക്കുന്ന ഒരു തിയറി തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. ഓക്കെ, നമ്മൾ അതിന്റെ ഓപ്പൺനെസ്സും കണക്റ്റഡ്നെസ്സും ഒക്കെ പറയാൻ പറ്റും. ഓക്കെ, ദറ്റ് ഈസ് സ്പെഷ്യൽ ലീനിയർ ഗ്രൂപ്പ്. ഓക്കെ, അപ്പം ഈ ടൈപ്പ് ഒരു ഹോമോമോർഫിസത്തിന്റെ കേണൽ എന്ന് പറഞ്ഞേക്കുന്നത് എന്താണ്? SL2R ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ക്ലിയർ ആണെന്നാണ് കരുതുന്നത്. മുമ്പോട്ട് പോട്ടെ. Yes, ma'am. Okay, what is the kernel here? What is the kernel here? Okay, you have to solve by yourself. Set of all elements that are mapped to identity element here. What is the identity element here? 1. 1. What is this set? -1. Set of, yeah, good. Okay, up to the fourth example, what is the kernel? Here we define 3 functions. First is a homomorphism, second is not a homomorphism, therefore we need not find its kernel. Okay, what is the kernel here? Trivial homomorphism. Okay, what is the kernel here? Set of all elements f in R of x such that phi of f is equal to 0. What is phi of set of all f in R of x such that phi of f is equal to 0? What is phi of f? Phi of f here, f is equal to 0. Clear? Therefore, this contains only 0 polynomial. Okay. Okay, what is the kernel here in this example? This is first example, this is second example, and the fourth example. Okay, what is the kernel here? What is the F kernel dash here? equals to 0. Set of all f in R of x such that phi of f is equal to 0. That is set of all f in R of x such that f dash is equal to 0. What are those polynomials? Constant functions. That is constant polynomials or constant functions f is equal to a, like that. Okay, set of all constant polynomials. Set of all constant polynomials. Okay. On to the fifth example, what is the kernel here? Set of all elements x in R such that phi of x is equal to 0. That is 2x is equal to 0. That is only 0. Clear? Okay, ma'am. Is it clear? Okay. Okay. Therefore, kernel എന്ന് പറഞ്ഞ കൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്നാണ് ഞാൻ കരുതുന്നത്. ഓക്കെ, നമുക്ക് ഈ കേണലിനെ പറ്റിയിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം ഹോമോമോർഫിസത്തിന് ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഓക്കെ, നമുക്ക് that is a function that connects between elements, that is phi of a into phi of b. Okay, ഈ പ്രോപ്പർട്ടി വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് പ്രോപ്പർട്ടീസ് ഹോമോമോർഫിസത്തിനെ പറ്റിയിട്ട് പറയാൻ പറ്റും. ഓക്കെ, അതാണ് നമ്മൾ പറയാൻ പോകുന്നത് അടുത്തത്. പ്രോപ്പർട്ടീസ് ഓഫ് ഹോമോമോർഫിസംസ്. ഓക്കെ, പ്രോപ്പർട്ടീസ് ഓഫ് ഹോമോമോർഫിസംസ്. That is, phi is a function from G to G dash. Okay, first property is the identity in G and E dash is the identity in G dash. Okay, identity element of G is mapped to identity element of if phi is a homomorphism. That is, phi is a homomorphism here. Then identity element of phi is mapped to identity element of G dash. That is the first property. നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. Okay, that is if phi is a homomorphism, identity element mapped to identity element to itself. Okay, second property,
phi of g raised to n is same as phi of g the whole raised to n. Okay, what is this property? ഇതെങ്ങനെയാണ് വരുന്നത്? P of g raised P to n of is equal to G P of g into the whole G. raised to n. Because g raised to n means g operating n times. Okay, then we apply this property. Okay, inductively we apply this property. Okay, clear? That is, നമുക്ക് ഫീനെ കുറിച്ച് അറിയാമെങ്കിൽ ജി റേസ് ടു എൻ ഫി ഓഫ് ജി അറിയാമെങ്കിൽ ഫി ഓഫ് ജി ജിന്റെ പവേഴ്സും എങ്ങോട്ടേക്കാണ് മാപ്പ് ചെയ്യുന്നതെന്നും നമുക്ക് ആ ഫംഗ്ഷനെ കുറിച്ച് പറയാൻ പറ്റും. അതൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യമാണ്. തേർഡ് പ്രോപ്പർട്ടി, ഇഫ് ഓർഡർ ഓഫ് ജി ഈസ് ഫൈനൈറ്റ്, that is, if g is an element in g and its order is finite, then this is very important. Order of phi of g divides order of g. If order of g is finite, then order of phi of g, the image in the order pre-image in the order ne divide ചെയ്യും. Okay, this is very important. And moving on to the fourth property, നമ്മൾ കേണലിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. നമ്മൾ ഈ എക്സാമ്പിൾസിലൊക്കെ നോക്കുവാണെങ്കിൽ നിങ്ങൾ സബ് ഗ്രൂപ്പ്സിനെ പറ്റിയിട്ടൊക്കെ പഠിച്ചായിരുന്നല്ലോ അല്ലേ? ഗ്രൂപ്പ്, സബ് ഗ്രൂപ്പ്സ്. ഓക്കെ, ഈ കേണലിനെ പറ്റിയിട്ട് ഇവിടെ പൊതുവായിട്ട് എന്തൊക്കെ പറയാൻ പറ്റും? In this case, this is singleton set 0. That is a subgroup of Z under addition. Here, kernel of I is SL2R, special linear group. That is a subgroup of general linear group. Here, this is 1 minus 1. That is a subgroup of R star multiplication. Set of constant polynomial. That is also a subgroup of Rx. Singleton set 0. That is the trivial subgroup of R under addition. Therefore, more generally, kernel of I is a subgroup of which group? G or G dash? We define like that kernel of I is a triple elements D in G, such that P of G is equal to dash. G. Therefore, kernel of I is a subgroup of G. Okay. Fifth property, phi of A is equal to phi of B. If and only if we know that kernel of I is a subgroup. നിങ്ങൾ കോസറ്റിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ടോ? ഓക്കെ, അത് നമുക്കൊന്ന് റീകോൾ ചെയ്യാം. ദാറ്റ് ഈസ് കോസറ്റ്. ഓക്കെ, നമുക്കൊരു സബ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അതിനകത്തുനിന്ന് നമുക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കുവാൻ വേണ്ടി പുതിയ സെറ്റ്സുകളെ നമ്മൾ ഡിഫൈൻ ചെയ്യാറുണ്ട്. ദാറ്റ് ഈസ്, ദിസ് ഈസ് ദാറ്റ് സെറ്റ്. ഓക്കെ, H is a subgroup of G. Then AH is the left coset of H containing A. That is the set of all elements AH such that H belongs to H. Okay, this is the left coset of H containing A. Right coset can be defined like that. This is the collection of all HA such that H belongs to H. Okay. ഇത് വെച്ചിട്ടാണ് നമുക്ക് ഫേമസ് ആയിട്ടുള്ള തിയറം, ലഗ്രാഞ്ചസ് തിയറം പ്രൂവ് ചെയ്യുന്നത്. എന്താണ് ലഗ്രാഞ്ചസ് തിയറം പറയുന്നത്? എനിവൺ? Order of a subgroup divide the order of the group. യെസ്. ഓക്കെ, ഈ ഒരു തിയറി വെച്ചിട്ടാണ് ശരിക്കും കോസറ്റ്സിന്റെ തിയറി വെച്ചിട്ടാണ് ലഗ്രാഞ്ചസ് തിയറം പ്രൂവ് ചെയ്യുന്നത്. അപ്പം ദിസ് ഇസ് ദി തിയറിറ്റിക്കൽ ഡെഫിനിഷൻ. ഓക്കെ, നൗ വി going to the property. If two elements, if the image of two elements are equal, then A into kernel of I is always same as B into kernel of I. That is, left coset of kernel of I containing A is same as left coset of kernel of I containing B. If phi of A is equal to phi of B, these are equivalent. Okay, moving on to the sixth property. If P of G is equal to G dash, then
Phi inverse of G dash. Phi inverse of G dash is what? Phi inverse of G dash is what? Set of all x in G such that phi of x is equal to G dash. That is same as G into kernel of phi. That is left coset of kernel of phi containing G. That is phi inverse of G dash is same as left coset of kernel of phi containing G. Now, if H is a subgroup of G, phi of H, its image is also subgroup of G dash. Okay, H is a subgroup of G, phi of H is a subgroup of G dash. Moving on to the eighth property. If H is cyclic, phi of H is cyclic. Okay. Moving on to the ninth property. If H is abelian, phi of H is abelian. Moving on to the 10th property. If H is normal, phi of H is normal. Okay, ഇതിന്റെ പ്രൂഫ് ഒക്കെ വളരെയധികം സിമ്പിൾ ആണ്. ജസ്റ്റ് ലെഫ്റ്റ് സൈഡിലുള്ള കണ്ടീഷൻസ് അസ്യൂം ചെയ്തിട്ട് റൈറ്റിലേക്ക് പോയാൽ മതി. ഓക്കെ, 11th property. If order of H is n, then order of phi of H divides n. ഇതിനോട് സിമിലർ ആയിട്ടുള്ള നമ്മൾ വേറൊരു പ്രോപ്പർട്ടി പ്രീവിയസ് പറഞ്ഞായിരുന്നു. എന്താ? Order of G is finite, order of phi of G divides order of G. It is same as order of phi of H divides the order of H. Okay. Order of phi of H divides order of H. Okay. Now moving on to the 12th property. If P is onto and kernel of phi is singleton E, then P is an isomorphism. Then P is an isomorphism. What is an isomorphism? Anyone? What is an isomorphism? It is a bijective homomorphism. Okay, it is 1 onto and operation preserving. Okay, that is P is a bijection and it is a homomorphism. Okay, if P is onto and kernel of phi is singleton E, then P is an isomorphism. Okay, these are the important properties. വേറെയും പ്രോപ്പർട്ടീസ് ഉണ്ട്. എന്നാൽ മെയിനായിട്ട് നമുക്ക് ആവശ്യമുള്ള പ്രോബ്ലംസ് ഒക്കെ ചെയ്യുവാനായിട്ട് ആവശ്യമുള്ളത് ഇത്രയും പ്രോപ്പർട്ടീസ് ആണ്. ഓക്കെ, ഇതെല്ലാം ക്ലിയർ അല്ലേ? ഞാൻ പ്രൂഫിലേക്ക് പോകുന്നില്ല. ഓക്കെ, നോ സബ് റിസൾട്ട് കൂടെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഇഫ് P is a homomorphism, then kernel of phi is a normal subgroup of G. Okay, നമുക്കറിയാം കേർണൽ ഓഫ് ഐ മുമ്പിലത്തെ പ്രോപ്പർട്ടീസ് ഒക്കെ വെച്ചിട്ട് കേർണൽ ഓഫ് ഐ എന്ന് പറഞ്ഞിരിക്കുന്നത് സബ് ഗ്രൂപ്പ് ആണെന്ന് ഓൾറെഡി പറഞ്ഞായിരുന്നു. ഓക്കെ, കേർണൽ ഓഫ് ഐനെ എന്താണ് നോർമൽ സബ് ഗ്രൂപ്പ് ആണെന്ന് പറയാൻ പറ്റും. വാട്ട് ഈസ് നോർമൽ സബ് ഗ്രൂപ്പ്? What is a normal subgroup? ലെഫ്റ്റ് കോസറ്റും റൈറ്റ് കോസറ്റും ഈക്വൽ ആയിരിക്കും. നമ്മൾ ലെഫ്റ്റ് കോസറ്റിനെ പറ്റിയിട്ടും റൈറ്റ് കോസറ്റിനെ പറ്റിയിട്ടും ഒക്കെ നമ്മൾ ഇപ്പോൾ മുമ്പേ പറഞ്ഞായിരുന്നു. ഇഫ് AH is equal to BH, then H is normal in G. ഓക്കെ, നമുക്ക് അങ്ങനെ ആ കേർണൽ ഓഫ് ഐക്ക് ആ കണ്ടീഷൻസ് പറയാനായിട്ട് പറ്റും. ഓക്കെ, that is P is a homomorphism, then kernel of phi is a normal subgroup of G. ഓക്കെ, നമ്മൾ ഒരു ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. Find the number of
homomorphism from Z12 to Z30. Find the number of homomorphism from Z12 to Z30. ഏതെങ്കിലും ഐഡിയ ഉണ്ടോ നിങ്ങൾക്ക്? നമ്മൾ ഇത്രയും പറഞ്ഞ പ്രോപ്പർട്ടീസിൽ നിന്നും എന്തെങ്കിലും ഐഡിയ പറയാനായിട്ട് സാധിക്കുമോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്കെന്നാ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴത്തേനും നമുക്ക് 3 കാര്യങ്ങൾ നമ്മൾ കുറച്ചുകൂടെ നോക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് നമുക്ക് മുമ്പോട്ട് പോകാൻ എളുപ്പമായിരിക്കും. നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ അധികം കാര്യങ്ങൾ നമുക്ക് കിട്ടാനില്ല. കാരണം Z12 എന്ന് പറഞ്ഞേക്കുന്നത് എന്തിന് എക്സാമ്പിൾ ആണ്? ദാറ്റ് ഈസ് എ ഫൈനൈറ്റ് സൈക്ലിക് ഗ്രൂപ്പ്. Z30 ഈസ് ഓൾസോ ആൻ എക്സാമ്പിൾ ഓഫ് എ ഫൈനൈറ്റ് സൈക്ലിക് ഗ്രൂപ്പ്. ഓക്കെ, ദാറ്റ് ഈസ് ഫൈനൈറ്റ് സൈക്ലിക് ഗ്രൂപ്പിൽ നിന്നും ഫൈനൈറ്റ് സൈക്ലിക് ഗ്രൂപ്പിലേക്കുള്ള നമ്പർ ഓഫ് ഹോമോമോർഫ്സ് ആണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് കിട്ടുന്നത്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്ക് 3 സ്റ്റെപ്പ് ആവശ്യമാണ്. ദാറ്റ് ഈസ് വാട്ട് ഈസ് ഗിവൺ ഇൻ ദാറ്റ് ക്വസ്റ്റ്യൻ, what is to be found, and what is the relations between. ഈ 1 2 തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് നോക്കുക. ഓക്കെ, അത് കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് പ്രോബ്ലംസ് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കും. ഓക്കെ, നമ്മളോട് ഇവിടെ പറഞ്ഞേക്കുന്നത് Z12 നിന്നും Z30യിലേക്കുള്ള ഹോമോമോർഫിസത്തിന്റെ എണ്ണത്തെ പറ്റിയാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, ഇതിന്റെ ജനറേറ്റേഴ്സ് ഏതെങ്കിലും ജനറേറ്ററിനെ കുറിച്ച് പറയാമോ? Z12ന്റെ Z12ന്റെ ജനറേറ്റേഴ്സ് ആരെങ്കിലും? 1, 5, 7. 1 is a generator. Okay. Z30 is also 1 as generator. Okay. നമ്മളൊരു ഹോമോമോർഫിസത്തിനെ കുറിച്ച് കംപ്ലീറ്റ് ആയിട്ട് അറിയണമെങ്കിൽ നമുക്ക് ശരിക്കും എന്തിന്റെ അറിവ് മാത്രം മതി? You have to find number of phi from Z12 to Z30 that satisfies this condition. Phi of AB is equal to phi of A into phi of B. Okay. ശരിക്കും നമുക്കൊരു ഹോമോമോർഫിസത്തിനെ കുറിച്ച് പഠിക്കാനായിട്ട് ശരിക്കും എന്തിന്റെ ഇമേജ് മാത്രം അറിഞ്ഞാൽ മതി? ജനറേറ്ററിന്റെ ഇമേജ് മാത്രം അറിഞ്ഞാൽ മതി. കാരണം എന്താ, 1ന്റെ ഇമേജ് അറിയുവാണെങ്കിൽ ഇതിലുള്ള ഏതൊരു എലമെന്റിന്റെയും ഇമേജ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 1ൽ നിന്ന് ഫൈൻഡ് ചെയ്യാൻ പറ്റും. ബിക്കോസ് 3 is equal to 1 plus 1 plus 1. If phi of 1 is equal to A, then phi of 3 is what? Phi of 1 plus phi of 1 plus phi of 1. Okay, that is equal to A plus A plus A, that is 3A. Okay, that is homomorphism is completely determined by the image of its generators. Okay, therefore you have to only find what are the possibilities of images of its generators. Okay, erase that. Okay, okay, therefore നമുക്ക് 1ന്റെ ഇമേജസ് ആരൊക്കെയാണെന്ന് നോക്കിയാൽ മതി, പോസിബിലിറ്റീസ് നോക്കിയാൽ മതി. സപ്പോസ് പി ഓഫ് 1 ഈസ് ഈക്വൽ ടു എ. നമുക്കിനി ഏതൊക്കെ കാര്യങ്ങൾ എനെ കുറിച്ച് പറയാൻ പറ്റും? ദിസ് ഈസ് എ ഫൈനൈറ്റ് സൈക്ലിക് ഗ്രൂപ്പ്. Order of 1 is equal to 12. Okay, then from the third property, if order of G is finite, then order of phi of G divides order of G. Okay, therefore order of A divides 12. Clear alle? We suppose that phi of 1 is equal to A and order of 1 is equal to 12. Therefore, order of A always gets 12. Clear? Clear alle? Yes, ma'am.
ഓക്കെ. ഓൾസോ ഓർഡർ ഓഫ് എ എന്തിനേയും ഡിവൈഡ് ചെയ്യും. ഓർഡർ ഓഫ് എ എന്തിനേയും ഡിവൈഡ് ചെയ്യും. എ എവിടുത്തെ എലമെന്റ് ആണ്? Order of set. Z30 എലമെന്റ് ആണ് അല്ലേ? നമുക്കറിയാം ഫണ്ടമെന്റൽ തിയറം ഓഫ് സൈക്ലിക് ഗ്രൂപ്പ്സ് പറയുന്നത് എന്താണ്? ഓർഡർ ഓഫ് ദി സബ് ഗ്രൂപ്പ് ഡിവൈഡ്സ് order of the group. Okay, all of these. Okay, therefore order of A divides 30. Therefore, what are the possibilities of order of A? Order of A divides 12 and order of A divides 30. Then what? Okay, 6 is an option. One is an option. 2 is an option. Is it? 3 is an option. Option. What are the other possibilities? Only this, അല്ലേ? ഇത്ര ഉള്ളല്ലോ അല്ലേ? 1, 2, 6, 3. It is order of A divides 12 and order of A divides 30. Therefore, there are 4 possibilities for order of A. Okay. Now, നമുക്ക് എന്താണ് ചെയ്യുന്നത്? Z30 1 ഓർഡർ ആയിട്ടുള്ള എത്ര എലമെന്റ് ഉണ്ടെന്ന് നോക്കുക. Z30 1 ഓർഡർ ആയിട്ടുള്ള എത്ര എലമെന്റ് ഉണ്ട്? നമുക്ക് അങ്ങനെ പറയാം. 1, 2 ഓർഡർ ആയിട്ടുള്ള എത്ര എലമെന്റ് ഉണ്ട്? 3 ഓർഡർ ആയിട്ട് എത്ര എലമെന്റ് ഉണ്ട്? 6 ഓർഡർ ആയിട്ടുള്ള എത്ര എലമെന്റ് ഉണ്ട്? ഓക്കെ. ഇനി Z30. ഓക്കെ. 1 ഓർഡർ ആയിട്ടുള്ള എത്ര എലമെന്റ് ഉണ്ട്? അത് ഏത് എലമെന്റ് ആണ്? ഓർഡർ 1 ആയിട്ടുള്ള Z30 എലമെന്റ് ഏതാണ്? ഏതാണ്? 0 അല്ലേ? ഐഡന്റിറ്റി എലമെന്റ് മാത്രമല്ലേ 1 ഓർഡർ ആയിട്ടുള്ളൂ ഏതൊരു ഗ്രൂപ്പിലും അല്ലേ? അല്ലേ? ഹലോ? Yes, ma'am. ഓക്കെ. നോ 2 ഓർഡർ ആയിട്ടുള്ള എത്ര എലമെന്റ് ഉണ്ട് Z30-ല്? Z30 എടുത്ത് നോക്കുവാണെങ്കിൽ 2 ഓർഡർ ആയിട്ടുള്ള എത്ര എലമെന്റ് ഉണ്ട്? 2 ഓർഡർ ആയിട്ടുള്ള ഒരു എലമെന്റ് പറയാവോ? Two. 15 ഓപ്ഷൻ അല്ലേ? 15 അഡീഷൻ മോഡുലോ 30 15 that is equal to 0. 15 ഒരു ഓപ്ഷൻ അല്ലേ? 15 ഓപ്ഷൻ അല്ലേ 2 ഓർഡർ ആയിട്ടുള്ളത്? വേറെ ഏത് എലമെന്റ് ഉണ്ടോ? നമുക്കറിയാം ഒരു ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്നു ശ്രുതി ചേച്ചി പറഞ്ഞിട്ടുണ്ടാവും. ഓർഡർ ഓഫ് A raised to K is same as n divided by GCD of n and K. അപ്പം ഈ ഒരു പ്രോപ്പർട്ടിയിൽ നിന്നും അല്ലെങ്കിൽ ഈ റിസൾട്ടിൽ നിന്നും നമുക്ക് ഒരു ജനറേറ്റർ അറിയാമെങ്കിൽ അതർ ജനറേറ്റേഴ്സിനെ ഫൈൻഡ് ചെയ്യാൻ പറ്റും. അപ്പം ഓർഡർ ഓഫ് A n ആണെങ്കിൽ n ഓർഡർ ഉള്ള വേറെ അതർ എലമെന്റ്സിനെ നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാ? എന്നോട് റിലേറ്റീവ്ലി പ്രായമായിട്ടുള്ള എലമെന്റ്സ് നോക്കിയാൽ മതി അല്ലേ? ഓക്കെ. നിങ്ങൾ ആ റിസൾട്ട് നോക്കണ്ട. നമ്മള് ഫണ്ടമെന്റൽ തിയറം ഓഫ് സൈക്ലിക് ഗ്രൂപ്പ്സിന്റെ ഒരു ഇമ്മീഡിയറ്റ് റിസൾട്ട് ആയിട്ട് നമ്മൾ പറയുന്നുണ്ട്. ഇപ്പം ഒരു ഫൈനൈറ്റ് സൈക്ലിക് ഗ്രൂപ്പ് എടുക്കുകയാണെങ്കിൽ ഡി ഓർഡറിൽ പി ഓഫ് ഡി എലമെന്റ്സ് ഉണ്ട്. പി ഓഫ് ഡി എന്താണെന്ന് അറിയാമോ? വാട്ട് ഈസ് പി ഓഫ് ഡി? ഇറ്റ് ഈസ് എ നമ്പർ തിയററ്റിക് ഫംഗ്ഷൻ. വാട്ട് ഈസ് പി ഓഫ് ഡി? What is P of D? Number of elements which are less than D and relatively prime to D. Okay, this result ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം.
That is in a finite cycle group D order ഉള്ള P of D elements ഉണ്ട്. Okay. D order ഉള്ള P of D elements ഉണ്ട്. Okay. What is Phi of 3? What is Phi of 3? എളുപ്പം പറയാമോ? Number of elements which are less. That is 2. Okay. Phi of 2 എത്ര ഉണ്ട്? നമ്മൾ ആ എലമെന്റ്സിനെ കണ്ടുപിടിക്കണം. എത്ര പോസിബിലിറ്റീസ് ഉണ്ടെന്ന് മാത്രം നോക്കിയാൽ മതി. Phi of 2 എത്രയാണ്? Phi of 1 ഒന്നുമില്ല. ഓക്കെ, ഒരെണ്ണം ഉണ്ട്. Phi of 1 is equal to 1. Phi of 2 എത്ര ഉണ്ട്? ഒരു ഓപ്ഷനേ ഉള്ളൂ അല്ലേ? That is 1. What is Phi of 3? That is 2. What is Phi of 6? What is Phi of 6? Number of elements which are less than 6 and relatively prime to 6. 2. What are those elements? 2. That is 2. Okay. Therefore, what are the possibilities of A? 1, 2, 4, 6. Therefore, there are 6 possibilities. Okay. Clear ആണോ അത്? പ്രോബ്ലം ക്ലിയർ ആണോ? നമ്മൾ എന്റെ പോസിബിലിറ്റീസ് ആണ് നോക്കിയത്. അപ്പം എന്റെ ഓർഡർ ഇങ്ങനെയൊക്കെ വരാമെന്ന് പറഞ്ഞു. എന്നിട്ട് ആ ഓർഡറിലുള്ള Z30 പോസിബിലിറ്റീസ് നോക്കുന്നു. അതാണ് നമ്പർ ഓഫ് ഹോമോമോർഫിസംസ് ഫൈൻഡ് ചെയ്യാനായിട്ടുള്ള വൺ ഓഫ് ദി മെത്തേഡ്. ഓക്കെ, ക്ലിയർ ആണോ? ശരിക്കും 6 എന്ന് പറഞ്ഞേക്കുന്നത് ശരിക്കും എന്താണ്? GCD ഓഫ് 12 and 30 അല്ലേ? അല്ലേ? Yes, ma'am. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു ഇതിനെ വേണമെങ്കിൽ ഒരു റിസൾട്ട് ആയിട്ട്, ഇതാണ് ശരിക്കും മെത്തേഡ്. നമുക്ക് വേണമെങ്കിൽ ഒരു റിസൾട്ട് ആയിട്ട് മുമ്പോട്ട് പോവാം. That is number of homomorphisms from Zn to Zm is number of group homomorphism. Okay, there are ring homomorphisms. Therefore, number of group homomorphisms from Zn to Zm is GCD of M and N. Okay, ആ മെത്തേഡ് ഫുള്ളി പോകണ്ട, ജസ്റ്റ് എന്നിന്റെയും എമ്മിന്റെയും GCD ഫൈൻഡ് ചെയ്താൽ മതി. Okay, what is the number of homomorphism from Z4 to Z7? What are the number of homomorphism? 1. That is GCD of 4 and 7. That is always 1. Okay, clear. Okay, so result ഓർത്തിരിക്കും. Now we define another important theorem, that is first isomorphism theorem. First isomorphism theorem. Okay, that is, let phi be a homomorphism. Let phi be a homomorphism from G to G bar. Then the mapping G by kernel of phi to phi of G. Phi of G is the image of phi given by G kernel of phi is mapped to phi of G is an isomorphism. It is G by kernel of phi. What is this? This is the factor group of G modulo kernel of phi. Okay, നമുക്കറിയാം കേർണൽ ഓഫ് ഐ എന്ന് പറഞ്ഞേക്കുന്ന ഒരു നോർമൽ സബ് ഗ്രൂപ്പാണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫാക്ടർ ഗ്രൂപ്പിനെ പറ്റിയിട്ട് പറയാൻ പറ്റും. ദാറ്റ് ഈസ് G by kernel of phi is isomorphic to phi of G. This is very important. If phi is a homomorphism from G to G bar, then
the factor group G by kernel of phi is isomorphic to phi of G. Okay, clear അല്ലേ? ജസ്റ്റ് നമ്മൾ സ്റ്റേറ്റ്മെന്റ് മാത്രം മുമ്പോട്ട് പോകുന്നു. ഓക്കെ, ഓർത്ത് വെക്കാവോ? ഓക്കെ, നോ നമുക്കറിയാം, if we consider any homomorphism phi, then its kernel of phi is a normal subgroup of G. Okay, now if we consider any normal subgroup, then there is a homomorphism, any normal subgroup N, then there is a homomorphism in which its kernel is N. ഓക്കെ, നിങ്ങൾക്ക് ആ ഒരു റിലേഷൻ മനസ്സിലായോ? ഏതൊരു ഹോമോമോർഫിസം എടുത്താലും അതിന്റെ കേണൽ എന്ന് പറഞ്ഞേക്കുന്നത് നോർമൽ സബ് ഗ്രൂപ്പ് ആയിരിക്കും. ഓൾസോ ഏതൊരു നോർമൽ സബ് ഗ്രൂപ്പ് എടുത്താലും അത് കേണലായിട്ട് വരുന്ന ഒരു ഹോമോമോർഫിസത്തിനെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, ക്ലിയർ ആണോ? ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ക്ലിയർ ആണോ? ഹലോ, ക്ലിയർ അല്ലേ? അതെ, ഓക്കെ. ഓക്കെ, നമുക്കിനി എന്നാ പ്രോബ്ലംസിലേക്ക് കടക്കാം. ഓക്കെ, ഫസ്റ്റ് പ്രോബ്ലം നിങ്ങൾ തന്നെ നിങ്ങളുടെ ഐഡിയാസ് പറയുക. ഓക്കെ, ലെറ്റ് G be a non-abelian group and Y belongs to G. Let the maps FGH from G to itself, that is defined by, that is G is given to be non-abelian and Y belongs to G. Let maps F comma G comma H from G to itself defined by f of x is equal to Gx. Okay, y inverse ആണ്, yx y inverse, and G of x is equal to x inverse, and H is defined as G composition G. Then which of them are homomorphisms? Any idea? ഇത് എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. ഹോമോമോർഫിസം ആണെന്ന് നോക്കാനായിട്ട് ജസ്റ്റ് എന്ത് ചെയ്യുക, പ്രോപ്പർട്ടി ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി അല്ലേ? ദാറ്റ് ഈസ് G is given to be non-abelian. What is mean by non-abelianness? Abelian, non-abelian. കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യാത്തത് അല്ലേ? ഓക്കെ, അപ്പം G എന്ന് പറഞ്ഞേക്കുന്നത് കമ്മ്യൂട്ടേറ്റീവ് അല്ലാത്ത ഒരു ഗ്രൂപ്പാണ് G. ഓക്കെ, നമുക്ക് ജിയിൽ നിന്നും ജിയിലേക്കുള്ള ഫങ്ഷൻസ് ആണ് തന്നിരിക്കുന്നത്, എഫ് ജി എച്ച്. ഇതിൽ ഏതൊക്കെയാണ് ഹോമോമോർഫിസം പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. G is given to be non-abelian. ഓക്കെ, എഫ് ഹോമോമോർഫിസം ആണോ ചെക്ക് ചെയ്യാനായിട്ട് എന്ത് ചെക്ക് ചെയ്താൽ മതി? എക്സ് വൈ അല്ലേ? അല്ലെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും സിമ്പിൾ ഉപയോഗിക്കാം, കാരണം എക്സ് വൈ ആർ ഓൾവേസ് ദെയർ. ഓക്കെ, G1 G2. What is f of G1 G2? Anyone? What is f of G1 G2? This is same as y G1 G2 y inverse. How to proceed? ഇനി പ്രൊസീഡ് ചെയ്യാൻ പറ്റുമോ?
നമുക്ക് എന്തെന്നാ കാണിക്കണ്ടേ? ദിസ് ഈസ് ഓൾവേസ് ഈക്വൽ ടു ആണെങ്കിൽ ഹോമോമോർഫിസം ആണെങ്കിൽ ദിസ് ഈസ് ഓൾവേസ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് G1 ഇൻറ്റു എഫ് ഓഫ് G2. ഓക്കെ, ഹൗ ടു പ്രൊസീഡ്? Ma'am, we can introduce a y inverse y in between G1 and G2. Good idea. That is Is it y is possible? equal to G1. Possible. Okay, that is, this is same as y. Okay, y G1 y inverse y G2 y inverse. Okay, ഇവിടെ ഇങ്ങനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് പറ്റുമോ? This is y inverse. Okay. Split ചെയ്യാൻ പറ്റുമോ? അസോസിയേറ്റീവ് അല്ലേ? Associative ആണ്. Therefore നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. That is y G1 y inverse. This is same as y G1 y inverse. നമുക്ക് ബ്രാക്കറ്റ് ബാധകമല്ല എന്നുള്ള രീതിയിലാണ് നമുക്ക് അസോസിയേറ്റിവിറ്റി പറയുന്നത്. ദാറ്റ് ഈസ് സെയിം ആസ് ഇൻറ്റു y G2 y inverse. Okay, y inverse. That is same as f of G1 into f of G2. Therefore f is a homomorphism. Clear അല്ലേ? Clear അല്ലേ? What about G? Yes, ma'am. What about G? What is phi of xy? xy X inverse. inverse Okay. y inverse. Okay. What is sy inverse? xy inverse Y x inverse inverse. Y inverse x inverse. Okay. ഇതാണ് സോക്സ് ഷൂ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അല്ലേ? ഇതിനെ x inverse y inverse എന്ന് എഴുതാൻ പറ്റുമോ നമുക്ക്? എബീലിയൻ ആണെങ്കിൽ എഴുതാൻ പറ്റും. Okay. This is given to be non-abelian. Therefore, there are elements that are not commuting. So we cannot generalize this concept. Okay. Therefore, we cannot write like this: g of x into g of y. Okay. This is not always true. Therefore, G is not a homomorphism. Clear? This is simple. What about H? What about H? What is H? G is commuting, composing with G itself. What is G? H of x? That is G composition G of x. The same as G of Gx. This is same as G of x inverse. What is G of x inverse? X inverse the whole inverse. What is this? What is the inverse of x inverse? X. X itself. Okay. Therefore, H is the trivial function. Okay, that is x is mapped to itself. Can H be a homomorphism? Can H be a homomorphism? Yes, Trivially- homomorphism ആണല്ലോ. നമുക്ക് നോക്കാൻ പറ്റും അല്ലേ? Therefore, here F is a homomorphism. Okay, F and H are homomorphism, and G is not a homomorphism. Okay, ക്ലിയർ അല്ലേ? ഇതൊരു എളുപ്പം ക്വസ്റ്റ്യൻ ആണ്. നമുക്കൊരു നെക്സ്റ്റ് എക്സാമ്പിളിലേക്ക് പോവാം, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് G is given to be, what is given here? G is given to be non-cyclic and is a group of order 4. Consider the statements 1 and 2. Okay, option is like this. You already know that 1 is true, 1 true, 2 true. B is like this: 1 true, 2 false. C is like this.
1 false, 2 true, and C is both are false. Okay, that is question clear alle? G is given to be non-cyclic, that is of order 4. There is no injective homomorphism from G to Z8. There is no surjective homomorphism from ZA to G. Okay. ഏതെങ്കിലും ഐഡിയ പറയാവോ? നമുക്ക് എങ്ങനെയും മുമ്പോട്ട് പോകാനായിട്ട്. നമ്മൾ ലാസ്റ്റ് ഒരു ഹിന്റ് തരാം. നമ്മൾ ലാസ്റ്റ് ഓൾറെഡി പറഞ്ഞൊരു കാര്യം വെച്ചിട്ട് നമുക്കിത് ഓൾറെഡി പ്രൂവ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് Phi is a homomorphism from G to G bar. Okay, നിങ്ങൾക്ക് ഏതെങ്കിലും ഐഡിയ ഉണ്ടോ? ഹിന്റ് തരുമ്പം. ഓക്കെ, then G by kernel of phi is isomorphic to P of G. That is the first isomorphism theorem. That is the hint. Any idea? B ആണോ മിസ്? ബി ശരിയാണോ എന്നാണോ പറയുന്നേ? ഓക്കെ, നിങ്ങൾ സംസാരിച്ചോ എങ്ങനെയാണ് ശരിയാവുന്നത്? ഇനി ഐഡിയ പറയാവോ? നോൺ സൈക്ലിക് ഗ്രൂപ്പ് ഓഫ് ഓർഡർ 4 അല്ലേ? G non cyclic group ആണ്. ആ, അപ്പോ ഐസോമോർഫിക് ആവില്ലല്ലോ. Z8ന്റെ ഓർഡർ എന്താണ്? ഓക്കെ, ജിന്റെ ഓർഡർ 4 ആണ്. ഓൾസോ G is not cyclic, that is there is no element like this. Okay, അപ്പം സർജക്റ്റിവിറ്റി വന്നു കഴിഞ്ഞാൽ അവിടെ ഐസോമോർഫിസം വരും എന്നാണോ പറയുന്നത്? പക്ഷേ അവിടെ പ്രശ്നം എന്ന് വെച്ചാൽ Z8ന്റെ ഓർഡർ 8 ആണ്, ജിന്റെ ഓർഡർ എന്താണ്? 4 ആണ്. ഓർഡർ സെയിം അല്ല, അപ്പം ഐസോമോർഫിസത്തിന്റെ ആ പോസിബിലിറ്റി വരുന്നില്ല സർജക്റ്റിവിറ്റി ഉണ്ടെങ്കിലും. ഓക്കെ, നമുക്ക് ആ ഒരു രീതിയിൽ മുമ്പോട്ട് പോകാം. അതായത് സർജക്റ്റിവിറ്റി ഉണ്ടെന്ന് സപ്പോസ് ചെയ്താൽ എന്താ സംഭവിക്കുന്നത് നോക്കാം അല്ലെ? ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നു. ദിസ് ഈസ് ദ ഹിന്റ്. ഓക്കെ, ഇഫ് സെക്കൻഡ് ഓപ്ഷൻ തന്നെ നമുക്ക് നോക്കാം. ഇഫ് P is surjective, then what is phi of G? What is phi of G? Sorry, what is phi of? Okay, there is no surjective homomorphism from Z8 to G എന്നാ പറഞ്ഞേക്കുന്നത് അല്ലേ? What is phi of Z8? That is same as G. Okay, അല്ലേ? What is phi of Z8? G ആണ്. Because phi is given to be, there is no surjective homomorphism from Z8 to G എന്നാണ് പറഞ്ഞത്. അപ്പോൾ സർജക്റ്റീവ് ഹോമോമോർഫിസം ഉണ്ടെങ്കിൽ phi of Z8 എന്ന് പറഞ്ഞേക്കുന്നത് G ആയിരിക്കും. ഓക്കെ, then from first isomorphism theorem we can return like that. Okay, what is G here? G is Z8 here. Z8 modulo kernel of phi is isomorphic to G. Is it clear or no? By first isomorphism theorem we can return like that. Is it clear alle? Here G is Z8. Okay, Z8 modulo kernel of phi is isomorphic to G. Okay, അതായത് നമ്മുടെ ഫീല് ജിന്റെ പൊസിഷനിൽ ഇപ്പം Z8 ആണ് കിടക്കുന്നത്. Therefore Z8 മോഡുലോ കേർണൽ ഓഫ് phi is isomorphic to phi of G എന്നാണ് നമ്മുടെ ഫസ്റ്റ് ഐസോമോർഫിസം തിയറം പറയുന്നത്. വാട്ട് ഈസ് phi of Z8? That is G. Therefore Z8 മോഡുലോ കേർണൽ ഓഫ് phi is isomorphic to
G. Okay. But നിങ്ങളൊരു റിസൾട്ട് ഓർത്തിരിക്കാം. This is the factor group of Z8. Like factor group of a cyclic group is always cyclic. Okay, factor group of cyclic group is always cyclic. Therefore, ഈ ഗ്രൂപ്പ് എന്താകും? This is the factor group of cyclic group. Z8 modulo kernel of I. This is cyclic. അല്ലേ? ബട്ട് G എന്ന് പറഞ്ഞേക്കുന്നത് എന്താ തന്നേക്കുന്നത്? This is നോൺ സൈക്ലിക് എന്ന് തന്നേക്കുന്നത്. അതായത് സർജറ്റീവ് ആയിട്ടുള്ളൊരു ഹോമോമോർഫിസം അവിടെ വന്നാൽ ഇങ്ങനൊരു പ്രശ്നം വരും. ഓക്കെ, ക്ലിയർ അല്ലേ? Therefore, അങ്ങനെ ഒരു സർജറ്റീവ് ഹോമോമോർഫിസം ഇല്ല. ദാറ്റ് ഈസ് 2 ഈസ് ഫോൾസ്. ഡൗട്ട് ഉണ്ടോ എന്തെങ്കിലും? ഇല്ലെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഫസ്റ്റ് പ്രോപ്പർട്ടി പ്രൂവ് ചെയ്യാനുണ്ട്. അതും ഇതുപോലെ തന്നെ സപ്പോസ് ചെയ്യുക. ഇഫ് ദർ ഇസ് ആൻ ഇൻജക്റ്റീവ് ഹോമോമോർഫിസം ഫ്രം G to Z8, എന്താ സംഭവിക്കുക? ഇൻജക്റ്റീവ് ഹോമോമോർഫിസം എന്ന് പറയുമ്പോൾ എൻ്റെ കേർണൽ ഓഫ് I എന്ന് പറഞ്ഞിരിക്കുന്നത് എന്ത് മാത്രമേ ഉള്ളൂ? ഇൻജക്റ്റിവിറ്റി വരുമ്പം ഐഡന്റിറ്റി മാത്രമേ ഉള്ളൂ അല്ലെ? Therefore, here from G to Z8 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം Gന്റെ പൊസിഷനിൽ G തന്നെ വരും. So from first isomorphism theorem, this is G by E. G by kernel of I is isomorphic to what is okay. This is P of G. Isomorphic to ഏതാണ് ഇമേജ് എന്ന് നമുക്ക് അറിയത്തില്ല. Therefore, that is P of G. Okay. What is G by E? What is G by E? G by E same as G. അല്ലേ? G by E എന്ന് പറഞ്ഞാൽ എന്താണ്? G തന്നെയാണ്. Gനോട് ഐസോമോർഫിക് ആണ്. ഓക്കെ, ദാറ്റ് ഈസ് ഇത് ക്ലിയർ അല്ലേ? G by E is isomorphic to G. All elements of the form GE. അപ്പം എല്ലാ Gയിലെ എല്ലാ എലമെന്റ്സും വരും. Therefore, G is isomorphic to P of G. What is G? G is a non-cyclic group. What is P of G? P of G is a subgroup of Z8. Okay. P of G is a subgroup of Z8. അവിടെ എന്താണ് പ്രോപ്പർട്ടി പറയാൻ പറ്റുന്നത്? സൈക്ലിക് ഗ്രൂപ്പിന്റെ എല്ലാ സബ് ഗ്രൂപ്പുകളും എന്താകും? സൈക്ലിക് ആവും. Therefore, ഇവിടെ നമുക്ക് കിട്ടുന്നത് സൈക്ലിക്കും ഇവിടെ എന്താണ് നോൺ സൈക്ലിക്കുമാണ്. അപ്പം രണ്ട് ഗ്രൂപ്പ് ഐസോമോറിക് ആണെങ്കിൽ അതിന്റെ എല്ലാ പ്രോപ്പർട്ടീസും എന്ത് ചെയ്യുന്നുണ്ട്? പ്രിസർവ് ചെയ്യണം. പക്ഷെ ഇവിടെ എന്താണ് ഒരു ഗ്രൂപ്പ് ഐസോമോർഫിക്കും അടുത്ത ഗ്രൂപ്പ് എന്താണ് ഒരു ഗ്രൂപ്പ് സൈക്ലിക്കും മറ്റേ ഗ്രൂപ്പ് എന്താണ് നോൺ സൈക്ലിക്കുമാണ്. അപ്പൊ അങ്ങനെ ഒരു ഇൻജക്റ്റീവ് ഹോമോമോർഫിസം ഇല്ല. Therefore, ഇത് രണ്ടും എന്താണ് false ആണ്. That is D option is true. Okay. Move on to the third question. Find the number of homomorphism from automorphism of Z to automorphism of Z8. Okay. ഇവിടെ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ആവശ്യമുണ്ട്. ഓക്കെ, ഓട്ടോമോർഫിസം ഓഫ് Z നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ അറിയാം Z2നോട് സിമിലർ ആണ്. ഓട്ടോമോർഫിസം ഓഫ് Z ഈസ് സെയിം ആസ് Z2. ഓക്കെ, ഓട്ടോമോർഫിസം ഓഫ് Zn. ഓട്ടോമോർഫിസം എന്ന് വെച്ചാൽ എന്താണ്? നമ്പർ ഓഫ് ഐസോമോർഫിസം ഫ്രം Z to Z. ഓക്കെ, ഓട്ടോമോർഫിസം ഗ്രൂപ്പ് ഓഫ് Z എന്ന് പറയുന്നത് എന്താണ്? That is the collection of all automorphisms from Z to Z. That group is isomorphic to Z2. Okay, this is true. And automorphism of Zn is isomorphic to U of n. നിങ്ങൾക്ക് U of n നെ പറ്റി അറിയാമോ? This is the collection of all numbers which are less than n and relatively prime to n. Okay, under multiplication modulo n ഇത് ഗ്രൂപ്പ് ആവും. This is addition modulo 2. Okay, therefore ശരിക്കും നമുക്ക് എവിടുന്ന് എവിടോട്ടുള്ള ഹോമോമോർഫിസം മതി? ദിസ് ഈസ് ഐസോമോർഫിക് ടു Z2 ആൻഡ് ദിസ് ഈസ് ഐസോമോർഫിക് ടു U of 8. ഓക്കെ, നമുക്ക് U of 8 എന്താണെന്നും കൂടെ അറിയണം. ബട്ട് ഈ U of n-കൾക്കും ഇങ്ങനെയുള്ള ഐസോമോർഫിസം പ്രോപ്പർട്ടീസ് നമുക്ക് പറയാൻ പറ്റും. അതൊരു ജനറൽ റിസൾട്ട് ആയിട്ട് വേണമെങ്കിൽ ഞാൻ പറയാം. ദാറ്റ് ഈസ് U of 2 എന്ന് പറഞ്ഞേക്കുന്നത് ഐസോമോർഫിക് ടു സിംഗിൾട്ടൺ സെറ്റ്
0 ആണ്. ഓൺലി ട്രിവിയൽ ഗ്രൂപ്പിനോട് ഐസോമോർഫിക് ആണ്. u of 2 raised to n എന്ന് പറഞ്ഞേക്കുന്ന ഐസോമോർഫിക് ടു എന്താണ് z2 direct sum z2 raised to n minus 2. Okay. Okay, this is 9 like this. Okay, u of 9. Okay, and u of 3 raised to n is isomorphic to, sorry, u of p raised to n is isomorphic to z p raised to n minus p raised to n minus 1, where p is an odd prime. ഇത് നിങ്ങൾ റിസൾട്ട് ആയിട്ട് എഴുതിയാൽ മതി. That is automorphism of z isomorphic to z2 and automorphism of z9. We have to find z9. Okay, ഞാൻ z8 ആണ് എഴുതിയത്. നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ ആവശ്യമുള്ളത് കൊണ്ട് ഞാൻ z9 ആണ് എഴുതിയത്, നമ്മൾ പറയേണ്ടതുള്ളതുകൊണ്ട്. Okay, therefore automorphism of z9 is isomorphic to what? u of 9. What is u of 9? u of 9 is isomorphic to z. What is 9? This is same as u of 3 square. Okay, what is u of 3 square? This is isomorphic to u of 3 square is isomorphic to z 3 square minus 3 square minus 1. What is this? This is isomorphic to z 6 minus 3, that is z3 അല്ലേ? അപ്പോൾ ശരിക്കും number of homomorphisms from automorphism of z2 to automorphism of z9 എന്ന് പറയുമ്പോൾ ശരിക്കും എന്ത് ഫൈൻഡ് ചെയ്താൽ മതി? number of homomorphisms from z2 to z3 ഫൈൻഡ് ചെയ്താൽ മതി അല്ലേ? അത് എത്ര എണ്ണം ഉണ്ട്? number of homomorphisms from z2 to z3 1. 1. That is GCD of 2 and 3, that is 1. Okay, അപ്പം ഇവിടെ ഇത് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ആവശ്യമുണ്ട്. Automorphism z2, z is isomorphic to z2, this is isomorphic to u of n, and these results u of 2 raised to n, these are important. Okay, okay, നമുക്ക് ഇത് വർക്ക് ചെയ്യാനായിട്ട് കുറച്ചുകൂടെ പ്രയാസമാണ്. അതുകൊണ്ട് തന്നെയാണ് ഐസോമോർഫിസത്തിന്റെ ആ ഒരു ആപ്ലിക്കേഷൻ വരുന്നത്. അതായത് അതിനോട് ഐസോമോർഫിക് ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ടുള്ള നൈസ് സ്ട്രക്ചേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. അപ്പം ഇതിനോട് ഐസോമോർഫിക് ആയിട്ട് ഇസഡെന്നുകൾ എന്നൊക്കെ പറയുന്നത് നൈസ് സ്ട്രക്ചേഴ്സ് ആണ്. അപ്പം അതിനോട് ഐസോമോർഫിക് ആയിട്ടുള്ള രീതിയിൽ z2 z3 നമുക്ക് കിട്ടി. അപ്പം അത് തമ്മിൽ ഹോമോമോർഫിസത്തിന്റെ റിലേഷൻ നമുക്കറിയാം. ഓക്കെ, മൂവിങ് ഓൺ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. That phi is a function from S3 to S dash, be a non-trivial, non-injective group homomorphisms, then the number of elements in kernel of phi. That is, we have to find the order of kernel of phi. What is the order of kernel of phi? Okay, നിങ്ങൾക്ക് kernel of phi നെ കുറിച്ച് എന്തൊക്കെ കാര്യങ്ങൾ പറയാൻ പറ്റും? Kernel of phi is a subgroup of S3, അല്ലേ? Also, it is a normal subgroup of S3, അല്ലേ? ഈ രണ്ട് കാര്യങ്ങൾ പറയാൻ പറ്റും. ഓക്കെ, അപ്പം കേർണൽ ഓഫ് ഫൈന്റെ ഓർഡർ എന്തൊക്കെ ആകാൻ പറ്റും ഈ ഒരു പോസിബിലിറ്റിയിൽ നിന്നും? Kernel of phi is a subgroup of S3. Order of the subgroup divides the order of the group. Okay, what is the order of S3? Permutation ഗ്രൂപ്പിന്റെ ഓർഡർ എന്താണ്? S3ന്റെ ഓർഡർ എന്താ? 6. കേർണൽ ഓഫ് ഫൈക്ക് എന്തൊക്കെ ആവാം? 1, 2, 3 ആവാം അല്ലേ? 6ഉം ആകാം. 1, 2, 3, 6. 1 വരാവോ? കേർണൽ ഓഫ് ഫൈ 1 വരാമോ? Here it is given that this is okay, injective എന്നാണ് പറഞ്ഞേക്കുന്നത്. Therefore, one possibility അത് ക്യാൻസൽ ആയി. നോൺ ട്രിവിയൽ എന്നും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് 6 ആകാൻ പറ്റുമോ? ഇല്ല അല്ലേ? ഇപ്പം 2ഉം 3ഉം ആണ് ഓപ്ഷൻസ്. ഓൾസോ കേർണൽ ഓഫ് ഫൈ നമുക്കറിയാം, ഏതൊരു ഹോമോമോർഫിസം എടുത്താലും അതിന്റെ കേർണൽ എന്ന് പറഞ്ഞേക്കുന്നതാണ് S3ന്റെ നോർമൽ സബ് ഗ്രൂപ്പ് ആണ്. ഓക്കെ, 2 ഓർഡറിൽ S3ക്ക് നോർമൽ സബ് ഗ്രൂപ്പ് ഉണ്ടോ? 2 ഓർഡറുള്ള S3യുടെ സബ് ഗ്രൂപ്പ്സുകൾ ഏതൊക്കെയാണ്? 2 ഓർഡറുള്ള S3ന്റെ സബ് ഗ്രൂപ്പ്സുകൾ ഐഡന്റിറ്റിയും റിഫ്ലക്ഷനും മാത്രം വരുന്നതാണ്. നിങ്ങളത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അത് ഒരിക്കലും എന്താവില്ല,
നോർമൽ സബ് ഗ്രൂപ്പ് ആവത്തില്ല. അതായത് അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, S3ന്റെ നോർമൽ സബ് ഗ്രൂപ്പ്സിന്റെ ഓർഡർ എന്ന് പറഞ്ഞേക്കുന്നത് എന്തേ വരത്തുള്ളൂ, 3 വരത്തുള്ളൂ. ബിക്കോസ് നമുക്ക് ഒരു രീതിയിൽ ഇൻഡെക്സ് ഒക്കെ വെച്ചിട്ട് പറയാം. അതായത് what is index? Number of left corsets of H in D. That is order of G by order of H. അത് 2 വന്നാൽ ആ കറസ്പോണ്ടിങ് എന്ന് പറഞ്ഞേക്കുന്നത് എന്താണ്, നോർമൽ സബ് ഗ്രൂപ്പ് ആണ്. ഇപ്പം 3 വന്നു കഴിഞ്ഞാൽ അത് വേണമെങ്കിൽ നോർമൽ സബ് ഗ്രൂപ്പ് ആവാം. നമുക്ക് ഇങ്ങനെ പറഞ്ഞാൽ മതി, S3ന്റെ നോർമൽ സബ് ഗ്രൂപ്പിന്റെ ഓർഡർ എന്താണ്. നോർമൽ സബ് ഗ്രൂപ്പ്സിനെ പറ്റിയിട്ട് അറിയുവാണെങ്കിൽ കേർണൽ ഓഫ് ഐനെ കുറിച്ച് പറയാൻ പറ്റും. കേർണൽ ഓഫ് ഐ എന്ന് പറഞ്ഞേക്കുന്നത് എന്താണ്, നോർമൽ സബ് ഗ്രൂപ്പ് ആണ്. അത് 1ഉം 6ഉം വരത്തില്ല. ഒൺലി പോസിബിലിറ്റി എന്ന് പറഞ്ഞേക്കുന്നത് എന്ത് മാത്രമേ ഉള്ളൂ, 2 ഓർഡറിൽ അവിടെ ഒരു നോർമൽ സബ് ഗ്രൂപ്പ് ഇല്ല S3ക്ക്. ഒൺലി പോസിബിലിറ്റി ഈസ് 3. ഈ രീതിയിൽ പറയാൻ പറ്റില്ല, പക്ഷെ നമുക്കൊരു പുതിയ അറിവ് എന്ന് പറയുന്ന രീതിയിൽ ഇൻഡെക്സ് 2 ആണെങ്കിൽ നോർമലാന്ന് പറയാം. പക്ഷെ അതല്ല ഇവിടെ. S3ന്റെ നോർമൽ സബ് ഗ്രൂപ്പ്സിന്റെ ഓർഡർ എന്ന് പറഞ്ഞേക്കുന്നത് 3 ആണ്. 1ഉം 6ഉം അല്ല, 1 അല്ലെങ്കിൽ. ഓക്കെ, so moving on to the last question. Okay, that is the time നമുക്കില്ല. GBA group satisfying the property that f is a function from G to Z21, that is a homomorphism, implies that is G is a group, that is G യിൽ നിന്ന് Z21ലേക്ക് ഒരു ഹോമോമോർഫിസം ഉണ്ടെങ്കിൽ ആ ഹോമോമോർഫിസത്തിന്റെ പ്രോപ്പർട്ടി എന്താണ്, അങ്ങനെയാ പറയുന്നത് അല്ലേ. That is f of G is equal to 0 for every G in G. Then the possible group G is എന്നാണ് ചോദിക്കുന്നത്. എങ്ങനെയൊക്കെ പറയാൻ പറ്റും? നമുക്ക് ഒന്നുകിൽ ഓപ്ഷൻസ് കട്ട് ചെയ്തിട്ടുള്ള പോസിബിലിറ്റീസ് ഉണ്ടല്ലേ. ഒന്നുകിൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ഓപ്ഷൻസ് കട്ട് ചെയ്തിട്ട് പറയാൻ പറ്റും അല്ലെ. ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസുകളെല്ലാം എന്താണ്, ഏത് പോസിബിലിറ്റീസ് ആണ്? ZN എന്നുള്ള പോസിബിലിറ്റീസ് ആണ് അല്ലേ, അല്ലേ ജിക്ക്. അതായത് ZN-ൽ നിന്നും Z221 ഉള്ള ഫംഗ്ഷൻ ആണ് എഫ് എന്ന് പറഞ്ഞേക്കുന്നത്. എഫിന്റെ കണ്ടീഷൻ തന്നിട്ടുണ്ട്. അതായത് ജിയിൽ നിന്നും Z21 ഒരു ഹോമോമോർഫിസം ഉണ്ടെങ്കിൽ അത് ട്രിവിയൽ മാത്രമേ വരത്തുള്ളൂ എന്നാണ് പറയുന്നത്. ഒറ്റ ഒരെണ്ണം വരെ വരത്തുള്ളൂ എന്നാണ് ഇവിടെ ഇംപ്ലൈ ചെയ്തേക്കുന്നത് അല്ലെ. അപ്പം അങ്ങനെ വരുന്ന Z21 അല്ല Z21 ആണോ 51, ഇതിലേതാണെന്ന് വരുന്ന നോക്കണം. അതായത് ZN-ൽ നിന്നും Z221 ഹോമോമോർഫിസംസിന്റെ എണ്ണം 1 ആയിട്ട് വരുന്ന പോസിബിലിറ്റി ഏതാണെന്ന് നോക്കേണ്ടത്. അത് മനസ്സിലായോ നിങ്ങൾക്ക്? ഇവിടുന്ന് നമുക്ക് എഫിന്റെ ആ നമ്പർ ഓഫ് ഹോമോമോർഫിസംസ് ഫ്രം G to Z21 എന്ന് പറഞ്ഞേക്കുന്നത് എന്ത് മാത്രമേ വരത്തുള്ളൂ, ട്രിവിയൽ മാത്രമേ വരത്തുള്ളൂ, 1 മാത്രമേ വരത്തുള്ളൂ. അപ്പം GCD ഓഫ് N and 221 ഈക്വൽ ടു 1 എന്ന് വരുന്ന പോസിബിലിറ്റീസ് ആണ് നമ്മൾ നോക്കുന്നത്. 21ന്റെയും 221ന്റെയും GCD എന്താണ്? 21 and 221. ഓൾസോ 51ന്റെയും 221ന്റെയും GCD നോക്കണം. 91ന്റെയും 221ന്റെയും GCD നോക്കണം. 190ന്റെയും 221ന്റെയും GCD നോക്കണം. എന്നിട്ട് ഇതിനകത്ത് 1 വരുന്ന പോസിബിലിറ്റീസ് ആണ് നമുക്ക്. എന്തായാലും ട്രിവിയൽ എന്ന് പറഞ്ഞേക്കുന്നത് ഒരു ഹോമോമോർഫിസം ആണ്. പക്ഷെ ഇവിടെ അത് മാത്രമേ ഉള്ളൂ. അതായത് GCD 1 വരുന്ന ഓപ്ഷൻസ് മാത്രം നമുക്ക്, അതാണ് ജിന്റെ പോസിബിലിറ്റീസ്. ഓക്കെ, നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ആദ്യത്തേത് 1 ആ വരുന്നത്. രണ്ടാമത്തേത് വരുമ്പം 17നേക്കാളിലും GCD കൂടും. 17 അങ്ങനെ, അതായത് 1നേക്കാൾ കൂടുതലാണിത്. എന്തായാലും 91 ഇടാലും രണ്ടിനകത്തും 71 വരുന്നുണ്ട് അല്ലേ. 190നും 221 എടുത്ത 13 ആണ് വരുന്നത്. 190നും 221 എടുത്താലും ഒരു ഗ്രേറ്റർ ദാൻ 1 എന്നുള്ളൊരു ക്വാണ്ടിറ്റി വരുന്നത്. അതായത് ഒൺലി പോസിബിലിറ്റി എന്ന് പറഞ്ഞേക്കുന്നത് എന്ത് മാത്രമേ ഉള്ളൂ, നിങ്ങളത് നോക്കണം. എന്തായാലും നമുക്കിത് നോക്കിക്കഴിയുമ്പോൾ മനസ്സിലാവില്ല, ഏകദേശം 1നേക്കാൾ കൂടുതൽ ഇതെല്ലാം വരുന്നത്. അപ്പോൾ ഒൺലി പോസിബിലിറ്റി എന്ന് പറഞ്ഞേക്കുന്നത് എന്താണ്, Z21 ആണ്. ദാറ്റ് ഈസ് ദ ഓപ്ഷൻ. ഓക്കെ,
ഓക്കെ, ഇത്രയും പറഞ്ഞാൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? എന്തെങ്കിലും എന്തെങ്കിലും ഡൗട്ട്? ഓക്കെ, ഓക്കെ, യാ, താങ്ക് യു സിമി. ഇപ്പം നമ്മുടെ ഇനി ഇൻട്രാക്ഷനുള്ള സമയമാണ്. സോ യു ക്യാൻ ask your doubts, or you can express your comments and share your experience about the class. So ആദ്യം നിങ്ങളെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ കമൻസോ ക്വസ്റ്റ്യനോ അഭിപ്രായമോ എന്താ വെച്ചാൽ അത് പറയും. ഓക്കെ. മാം, ഞാൻ സിന്ധു, SNM കോളേജിലാണ് MSc ഫസ്റ്റ് ഇയർ പഠിക്കുന്നു. നല്ല ക്ലാസ് ആയിരുന്നു മാം. എല്ലാ കാര്യങ്ങളും അത്യാവശ്യം നല്ല രീതിയിൽ മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. മാം, ഈ നെറ്റ് ജെറഫ് കിട്ടാനായിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ്, ഏതൊക്കെ ഏരിയാസ് ആണ് പഠിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത്, നമുക്ക് എങ്ങനെയൊക്കെ പഠിക്കാം, അതിന് വേണ്ടിയിട്ട് എങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്യാം ഒന്ന് പറഞ്ഞു തരാൻ. എൻ്റെ അറിവനുസരിച്ച് മെയിനായിട്ട് നമുക്ക് നെറ്റിനും നെറ്റ് JRF എക്സാമിന് ചോദിക്കുന്നത് ലീനിയർ ആൾജിബ്ര, അബ്സ്ട്രാക്ട് ആൾജിബ്ര, കോംപ്ലക്സ് അനാലിസിസ്, റിയൽ അനാലിസിസ്. ഇതാണ് മെയിൻ സബ്ജക്റ്റ്. വേറെയും സബ്ജക്ട്സുകളുണ്ട്, കാൽക്കുലസ് ഓഫ് വേരിയേഷൻ, ഇന്റഗ്രൽ ഇക്വേഷൻ, അതൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ ഒന്നിനും എളുപ്പ വഴികളൊന്നുമില്ല. എന്നാൽ നമുക്ക് പ്രാക്ടീസിലൂടെ നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് നേടാനായിട്ട് സാധിക്കും. അതായത് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് എന്തുവാ, നിങ്ങൾ ടെസ്റ്റുകൾ പഠിക്കുമ്പോൾ അതിന്റെ എക്സസൈസും കൂടി ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതായത് എക്സസൈസ് പഠിക്കുമ്പോഴാണ് നമുക്ക് നമ്മൾ ആ കൺസെപ്റ്റ് മനസ്സിലാക്കിയോ, എക്സസൈസ് ചെയ്യാൻ പറ്റുമ്പോഴാണ് നമ്മൾ ആ കൺസെപ്റ്റ് മനസ്സിലാക്കിയോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റുന്നത്. മാക്സിമം എക്സസൈസ് ചെയ്ത് നോക്കുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക. ഇതൊക്കെയാണ് ഇപ്പോൾ മനസ്സിൽ വരുന്നത്. അങ്ങനെ സാറിന് മാം, ക്ലാസ് വളരെ നന്നായിരുന്നു. ഞങ്ങൾക്ക് ബേസിക്കലി ഈ ഒരു ഇതിനും ഗ്രൂപ്പ് തിയറിനും നമുക്ക് പല കാര്യങ്ങളും അറിയില്ലായിരുന്നു. ഈ ഹോമോമോർഫിസം, ഐസോമോർഫിസം ഒന്നും കറക്റ്റായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. വളരെ നല്ല രീതിയിൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. നമുക്ക് കുറേയധികം എക്സാമ്പിൾസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ കൂടെ നല്ല രീതിയിൽ അത് മനസ്സിലാക്കാൻ സാധിച്ചു. പിന്നെ പറ്റുന്നുണ്ടെങ്കിൽ ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ക്ലാസ് നമുക്ക് ഇനിയും എടുത്തു തരികയാണെങ്കിൽ കുറച്ച് പ്രോബ്ലംസ് ഇൻക്ലൂഡ് ചെയ്ത് തരികയാണെങ്കിൽ നന്നായിരുന്നു. താങ്ക് യു. താങ്ക് യു സിന്ധു. അതേഴ്സ്? നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് സംസാരിക്കാം, ടെൻഷൻ അടിക്കൊന്നും വേണ്ട. നിങ്ങളുടെ കമന്റ്സുകൾ പറഞ്ഞു. യെസ് സാർ, ഒരു മിനിറ്റ്. മിസ്, എൻ്റെ പേര് വരദ. ഞാൻ കുസാറ്റിലാണ്, MSc ഫസ്റ്റ് ഇയർ ആണ്. ഇപ്പോൾ ക്ലാസ് നന്നായിരുന്നു. ഞാൻ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ജാമിന് നോക്കുന്ന സമയത്ത് അങ്ങനെ നോക്കി, പിന്നെ ആ വഴിക്കേ പോയിട്ടില്ല എന്ന് പറഞ്ഞ പോലെയായിരുന്നു. ക്ലാസ്സിൽ എടുക്കുന്നത് അങ്ങനെ നോക്കും, അല്ലാണ്ട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും ഇപ്പം കുറച്ചായിട്ട് അങ്ങനെ ചെയ്ത് നോക്കാറൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നന്നായിട്ട് മനസ്സിലായി. പിന്നെ എനിക്കിപ്പോൾ നേരത്തെ ആ കുട്ടി ചോദിച്ച അതേ ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു എനിക്കും ഉണ്ടായിരുന്നത്. നെറ്റിന് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്? ഇതിപ്പോൾ എന്താ വെച്ചാൽ ക്ലാസ്സിലേക്ക് ഉള്ളത് പഠിക്കുക, പിന്നെ എക്സ്ട്രാ നമുക്ക് കുറച്ച് നേരം നെറ്റിന് പ്രിപ്പയർ ചെയ്യാന്നുള്ളത് ഉണ്ട്. പക്ഷെ അതിന് സമയമൊന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല, ആ ഒരു ടൈം മാനേജ്മെന്റ് ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല. അപ്പൊ അതൊക്കെ എങ്ങനെയാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ. മുമ്പ് പറഞ്ഞ പോലെ തന്നെ പ്രോബ്ലംസ് ചെയ്ത് പഠിക്കുക, ഡിസ്കഷൻ. നിങ്ങള് കുസാറ്റിലാണേലും അല്ല, എല്ലാവരും ഡിസ്കസ് ചെയ്യുക, പരസ്പരം ഡിസ്കസ് ചെയ്യുക. ഇപ്പം തന്നെ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഒരുപാടുണ്ട്, നമുക്ക് കിട്ടാനായിട്ട് വഴികൾ ഒരുപാടുണ്ട്. നമുക്ക് എന്ത് കാര്യം എടുത്താലും നമുക്ക് ടെക്നോളജി ഇഷ്ടംപോലെ ഉണ്ട്. അപ്പം നമുക്ക് അതെല്ലാം ഉപയോഗിക്കാം, മാക്സിമം ഉപയോഗിക്കാം. അത് മാത്രമേ പറയാനുള്ളൂ. ഓക്കെ മാം, താങ്ക് യു. ക്ലാസ് നന്നായിരുന്നു കേട്ടോ. താങ്ക് യു. താങ്ക് യു വരദ. ഹലോ,
ഹലോ മാം, എൻ്റെ പേര് ലക്ഷ്മി. ഞാൻ കോതമംഗലം ആർക്കിടെക്ചർ കോളേജിലെ തേർഡ് ഇയർ സ്റ്റുഡൻ്റ് ആണ്. ഇന്നത്തെ ക്ലാസ് എനിക്ക് ശരിക്കും ഇഷ്ടമായി. കാരണം എനിക്ക് എപ്പോഴും കൺഫ്യൂഷൻ പറഞ്ഞ ഗ്രൂപ്പ് തിയറിയിൽ കൺഫ്യൂഷൻ പറഞ്ഞ ടോപ്പിക്കാണ് ഈ കേർണലിൻ്റെ അതിൻ്റെ ബേസ് ചെയ്തുള്ള പ്രോബ്ലംസ് ഒക്കെ. അപ്പോൾ ഇന്നത്തെ ആ ഒരു സെഷനും പിന്നെ അതുപോലെ തന്നെ പ്രോബ്ലംസ് ഒക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ട് അതിനെപ്പറ്റി ഒത്തിരി എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോൾ ഇനിയും അതുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി ക്ലാസ്സസ് മാമിന് പ്രതീക്ഷിക്കുന്നുണ്ട്. സോ താങ്ക് യു സോ മച്ച് ആൻഡ് താങ്ക് യു വെരി മച്ച് സർ. ഇന്ന് നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. ഹലോ മാം, എൻ്റെ പേര് റംസിയ. ഞാൻ WMO ആർട്സ് ആൻഡ് സയൻസ് കോളേജിലാണ് പഠിക്കുന്നത്. മാം, എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മളൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യന് നമ്മൾ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത്? പഠിച്ച കണ്ടന്റ് നമ്മൾ ആ ക്വസ്റ്റ്യനിൽ എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നൊന്ന് മാം ഏത് രീതിയിലാണ് ഒരു ക്വസ്റ്റ്യൻ ചെയ്യുക എന്നുള്ള രീതിയിൽ വെച്ച് പറഞ്ഞു തന്നാൽ മതി. എന്ന് വെച്ചാല് നമുക്ക് ആ ക്വസ്റ്റ്യനിൽ ചെയ്യാൻ എന്ന് വെച്ചാൽ നമുക്ക് ഉത്തരം കിട്ടാനുള്ള വഴികളൊക്കെ ആ ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ടാകും. അതായത് ഇപ്പൊ നമ്മളൊരു മുറിയിൽ അടച്ചിട്ടാല് അവിടെ അത് തുറക്കാനുള്ള എന്തെങ്കിലും മാർഗങ്ങൾ അവിടെ പഴുതുകൾ ഉണ്ടാവും നമ്മൾ കേട്ടിട്ടില്ലേ? അതുപോലെ തന്നെ ആ ക്വസ്റ്റ്യൻ നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് അവിടെ നിന്ന് കിട്ടും. അതാണ് ഞാൻ ആ 3 കാര്യം പറഞ്ഞത്. എന്താണ് തന്നിരിക്കുന്നത്, അതിൽ നിന്നാണ് നമുക്ക് മുമ്പോട്ട് പോവേണ്ടത്. പിന്നെ എന്താണ് ഫൈൻഡ് ചെയ്യേണ്ടത്, അത് തമ്മിലുള്ള റിലേഷൻ എന്താണ്. എന്തായാലും നമ്മൾ പഠിച്ച കൺസെപ്റ്റ് വെച്ചിട്ട് തന്നെ ആയിരിക്കും അത് റിലേറ്റ് ആവുന്നത്. അപ്പം അത് തമ്മിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താനായിട്ട് സാധിക്കും. പിന്നെ ഉത്തരം വെച്ചിട്ട് അല്ല, നമുക്ക് ഓപ്ഷൻസ് വെച്ചിട്ട് നമുക്ക് നമുക്ക് മിക്കവാറും നമ്മൾ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിനൊക്കെ നമ്മൾ എന്താ ചെയ്യുക, ഇതല്ലാന്ന് വിചാരിച്ച് കട്ട് ചെയ്ത് കളയാറുണ്ട്. അങ്ങനെയും ഓപ്ഷൻസ് ഉണ്ട്, ഡയറക്റ്റ് ആയിട്ടുള്ള മെത്തേഡും ഉണ്ട്. നമുക്ക് യുക്തിപൂർവമായിട്ടുള്ള രീതിയിൽ നമ്മൾ ഏതാണോ നമുക്ക് പെട്ടെന്ന് സമയത്തിനനുസരിച്ച് നമുക്ക് ചെയ്യുക. നമുക്കിപ്പം ഒരു എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള രീതിയിലാണ് പറയുന്നത് എങ്കിൽ, അല്ലാത്തൊരു രീതിയിലാണെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ പഠിച്ച തിയറീസ് മാക്സിമം ഉപയോഗിച്ചുകൊണ്ട് നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കണം. ഓക്കെ മാം, താങ്ക് യു. ക്ലാസ് നന്നായിരുന്നു, വളരെ ഉപകാരപ്പെട്ടു മാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു റംസിയ. ഒറ്റ കാര്യമേ പറയാനുള്ളൂ, ഏത് പരീക്ഷയ്ക്കാണെങ്കിലും മാക്സിമം പ്രോബ്ലംസ് ചെയ്ത് പരിചയിക്കുക. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് കാണുന്ന സമയത്ത് നമുക്കൊരു ഐഡിയ കിട്ടും ഏകദേശം. സോ പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ് എന്നുള്ളത് മാത്സിലും വളരെ പ്രധാനമാണ്, പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനൊക്കെ ആ ടൈം ബൗണ്ട് ആയിട്ട് ചെയ്യുന്ന സമയം. ഓക്കെ, അത് ഹലോ ഹലോ ഹലോ, എൻ്റെ പേര് അനുരാഗ്. ഞാൻ ഇരിട്ടിയിലെ മഹാത്മാഗാന്ധി കോളേജിലാണ് പഠിക്കുന്നത്. ക്ലാസ് വളരെ നന്നായിരുന്നു. ഹോമോമോർഫിസ് ഒക്കെ കൂടുതലായിട്ടും കോളേജിൽ പഠിച്ചത് തിയറി ഒക്കെ ആയിരുന്നു. അപ്പൊ ഇതിനാണ് കുറെ റിസൾട്ട് ഒക്കെ കണ്ടത്. അതൊക്കെ ആദ്യമായിട്ടാണ്. അപ്പൊ പ്രോബ്ലം ഒക്കെ കുറച്ച് നന്നായിട്ട് മനസ്സിലായി. അപ്പോൾ അതൊക്കെ ചെയ്യാൻ എങ്ങനെയാന്നൊക്കെ മനസ്സിലായിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ച് ഡൗട്ടൊന്നുമില്ല, കുറച്ചുകൂടി ചെയ്യണമെന്നുണ്ട്, അത്ര തന്നെ. നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു അനുരാഗ്. യെസ് മാം, എൻ്റെ പേര് എലിസബത്ത്. ഞാൻ കോതമംഗലത്ത് മാറത്തനീഷ്യസ് കോളേജിലെ തേർഡ് ഇയർ വിദ്യാർത്ഥിയാണ്. മിസ്സിന്റെ ക്ലാസ് നന്നായിരുന്നു. പിന്നെ ഞങ്ങളിത് കഴിഞ്ഞ സെമസ്റ്ററിൽ പഠിച്ച ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അവിടെ പഠിച്ചതിനേക്കാൾ കൂടുതൽ തിയറി ഒക്കെ മിസ്സിന്റെ ക്ലാസ്സിൽ നിന്ന് കിട്ടി. നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു മാം. താങ്ക് യു എലിസബത്ത്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ ചെയ്യാം. നിങ്ങൾ സംസാരിച്ച് ശീലിക്കുക. എന്തായാലും ഹയർ സ്റ്റഡീസിനൊക്കെ പോകുന്ന സമയത്ത് കൂളായിട്ട് ധൈര്യസമേതം സംസാരിക്കാനൊക്കെ ഉള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം. അധീന പോയാണ്. കുറെ പേർക്കൊക്കെ നെറ്റ്വർക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ടായിരുന്നു. അഞ്ജുഷി. നമുക്ക് ഇന്നലെ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ തോന്നുന്നു. സോ ഇനി ഒരുപാട് താങ്ക്സ്. വളരെ നല്ല രീതിയിൽ കുട്ടികളുടെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. ഓക്കെ, ഈ കുട്ടികൾ പലപ്പോഴും എന്താ പറയുക, നമ്മുടെ ഡിഗ്രി മെജോറിറ്റി BSc അവരുടെ മെയിൻ കാര്യങ്ങളൊക്കെ അവർ ഓൺലൈൻ മോഡിലായിരിക്കും കോളേജിൽ നിന്നൊക്കെ പഠിച്ചത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മനസ്സിലാക്കാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടാവും. കാരണം ഒരു
റെഗുലർ ആയിട്ടൊരു കോളേജിൽ ക്ലാസ് റൂമിൽ ഇരുന്ന് പഠിക്കുന്ന ആ ഒരു എഫക്റ്റ് പൊതുവെ പ്രത്യേകിച്ച് ആദ്യമായിട്ട് ഇങ്ങനെയുള്ള ഒരു അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളൊക്കെ ഓൺലൈൻ മോഡിൽ പൂർണ്ണമായിട്ട് പഠിക്കുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടുകളൊക്കെ ആ കുട്ടികൾക്ക് ഉണ്ട്. ഏതായാലും അവർക്ക് അസ്മിയുടെ ക്ലാസ് വളരെയധികം ഉപകാരപ്പെട്ടിട്ടുണ്ടാവും. എക്സാം പരീക്ഷയ്ക്ക് വരുന്ന രീതിയിൽ കൂടുതൽ പ്രോബ്ലംസ് ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് പറ്റുകയാണെങ്കിൽ നമുക്ക് ഫ്യൂച്ചറിൽ ഇനിയും അവർക്ക് ക്ലാസ്സുകൾ എടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സോ പോരാത്തതിന് അസ്മിയുടെ റിസർച്ചിനും ഭാവി പഠനത്തിനും കരിയറിനും ഒക്കെ എല്ലാവിധ ആശംസകളും നൽകുന്നു. താങ്ക് യു സർ. മാത്സ് ആസ്പിറന്റ് ഗ്രൂപ്പുമായിട്ട് സഹകരിച്ചതിന് ഒരുപാട് നന്ദി. താങ്ക് യു സർ.